നാരായണ നാരായണ നാരായണ. ഓം ഗജാനന പദ്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. അസ്മദ്ഗുരുചരണാരവിന്ദാഭ്യാം നമഃ. ജ്ഞാനാനന്ദമയം ദേവം നിർമ്മലസ്ഫടികാകൃതിം ആധാരം സർവവിദ്യാനാം ഹയഗ്രീവമുപാസ്മഹേ. ഓം ശ്രീ ഹയഗ്രീവമൂർത്തയേ നമഃ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഓം ശ്രീ മഹാസരസ്വത്यै നമഃ. ഉമാകോമളഹസ്താബ്ജസംഭാവിതലലാടകം ഹിരണ്യകുണ്ടലം വന്ദേ കുമാരം പുഷ്കരസ്രജം. ഓം വെട്രിവേൽ മുരുകനുക്ക് ഹരോഹര. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. സ്വാമിയേ ശരണമയ്യപ്പ. കോമളം കുജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസദാം പുരതോ മമ. സായങ്കാലേ വനാന്തേ കുസുമിതസമയേ സൈകതേ ചന്ദ്രികായാം ത്രൈലോക്യാകർഷണാംഗം സുരവരഗണികാമോഹനാപംഗമൂർത്തിം സേവ്യം ശൃംഗാരഭാവൈഃ നവരസഭരിതൈഃ ഗോപകന്യാസഹസ്രൈഃ വന്ദേഹം രാസകേളീരതമതിസുഭഗം വശ്യഗോപാലകൃഷ്ണം. ആനീലശ്ലക്ഷ്ണകേശം ജ്വലിതമകരസൽകുണ്ടലം മന്ദഹാസസ്യന്താർദ്രം കൗസ്തുഭശ്രീപരിഗതവനമാലോരുഹാരാഭിരാമം ശ്രീവത്സാംഗം സുബാഹും മൃദുലസദുദരം കാഞ്ചനച്ഛായചേലം ചാരുസ്നിഗ്ധോരുമംബോരുഹലളിതപദം ഭാവയേഹം ഭവന്തം. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മോക്ഷാബ്ദിസാരമയ ഭാഗവതാഖ്യദദ്നോ നാരായണീയ നവനീതമഹോ ഗൃഹീത്വാ മായാമയൗഘ പരിതപ്ത ജനായ യോദാത് നാരായണാവനിസുരായ നമോസ്തു തസ്മൈ. ഗംഗാഗീതാ ച ഗായത്ര്യപി ച തുളസികാ ഗോപികാ ചന്ദനം തത് സാളഗ്രാമാഭിപൂജാ പരപുരുഷ തദൈകാദശീ നാമവർണാഃ. ഏതാന്യഷ്ടാപ്യയത്നാന്യയി കലിസമയേ ത്വൽപ്രസാദ പ്രവൃദ്ധ്യാ
ക്ഷിപ്രം മുക്തിപ്രദാനീത്യഭിദുർഷയഃ തേഷു മാം സജ്ജയേതാഃ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ഓം ശ്രീഹരയേ നമഃ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണീയ പരമ്പരയിലെ 28ാം ക്ലാസ്സാണെന്നാണ് തോന്നുന്നത്. 28ഓ 29ഓ എന്തായാലും എല്ലാവർക്കും സുസ്വാഗതം. നാരായണ. നമ്മൾ ടൈമിംഗ് മെസ്സേജ് ഇന്നലെ രാത്രി തന്നെ ഇട്ടിട്ടുണ്ട്. പക്ഷെ പലരും ശ്രദ്ധിക്കാതെ ഇടയിലൊക്കെ വിളിക്കുക, എന്താ തുടങ്ങിയില്ല എന്ന് ചോദിച്ചുകൊണ്ട്. 11 മണി എന്നുള്ളത് അതിലിട്ടിട്ടുണ്ട്. രാവിലെ പറയുകയും ചെയ്തു. നാരായണ. ഇപ്പോൾ ദശകം 7 നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബ്രഹ്മാവിൻ്റെ ഉൽപ്പത്തി, തപസ്, വൈകുണ്ഠ ദർശനം, എങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഒന്ന് വായിക്കാം 7ാം ദശകം. എന്നിട്ട് നമുക്ക് നിർത്തിയെടുത്തുനിന്ന് തുടങ്ങാം. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഏവം ദേവ ചതുർദശാത്മക ജഗദ്രൂപേണ ജാത പുനഃ തസ്യോർധ്വം ഖലു സത്യലോകനിലയേ ജാതോസി ധാതാ സ്വയം. യം ശംസന്തി ഹിരണ്യഗർഭം അഖിലത്രൈലോക്യ ജീവാത്മകം യോ ഭൂസ്ഫീതരജോ വികാര വികസൻ നാനാസി സൃക്ഷാരസഃ. സോയം വിശ്വവിസർഗദത്തഹൃദയഃ സംപശ്യമാനഃ സ്വയം ബോധം കൽവനവാപ്യ വിശ്വവിഷയം ചിന്താകുലസ്തസ്തിവാൻ താവത്വം ജഗദാം പദേ തപതപേത്യേവം ഹി വൈഹായസീം വാണീം ഏനമസി ശ്രവഃ ശ്രുതിസുഖാം കുർവന്തപഃ പ്രേരണാം. കോസൗ മാമവദത് പുമാനിതി ജലാപൂർണേ ജഗന്മണ്ഡലേ ദിക്ഷുദ്വീക്ഷ്യ കിമപ്യനീക്ഷിതവതാ വാക്യാർത്ഥമുൽപശ്യത. ദിവ്യം വർഷസഹസ്രമാത്തതപസാ തേന ത്വമാരാധിതഃ തസ്മൈ ദർശിതവാനസി സ്വനിലയം വൈകുണ്ഠമേകാദ്ഭുതം. മായായത്ര കദാപി നോ വികുരുതേ ഭാദേ ജഗദ്ഭ്യോ ബഹിഃ
ശോകക്രോധ വിമോഹ സാധ്വസമുഖാഭാവാസ്തു ദൂരം ഗദാ സാന്ദ്രാനന്ദചരീച യത്ര പരമജ്യോതിഃ പ്രകാശാത്മകേ തത്തേ ധാമ വിഭാവിതം വിജയതേ വൈകുണ്ഠരൂപം വിഭോ യസ്മിന്നാമ ചതുർഭുജാ ഹരിമണിശ്യാമാവതാദത്വിഷോ നാനാഭൂഷണരത്നദീപിതദിശോ രാജദ്വിമാനാലയാഃ ഭക്തിപ്രാപ്തതദാവിദോന്നതപദാഃ ദിവ്യന്തി ദിവ്യാജനാഃ തത്തേ ധാമ നിരസ്തസർവശമലം വൈകുണ്ഠരൂപം ജയേത് നാനാദിവ്യവധൂജനൈരഭിവൃതാ വിദ്യുല്ലതാ തുല്യയാ വിശ്വോന്മാദനഹൃദ്യഗാത്രലതയാ വിദ്യോതിദാശാന്തര ത്വൽപാദാംബുജ സൗരഭൈകകുതുകാ ലക്ഷ്മീ സ്വയം ലക്ഷ്യത്തെ യസ്മിൻ വിസ്മയനീയ ദിവ്യവിഭവം തത്തേ പദം ദേഹി മേ തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനദ്യാസിതം ഭാസ്വത്കോടിലസത്കിരീടകടകാദ്യാകൽപതി പ്രാകൃതി ശ്രീവത്സാങ്കിതമാത്തകൗസ്തുഭമണിച്ഛായാരുണം കാരണം വിശ്വേഷാം തവ രൂപമൈക്ഷത വിധിഃ തത്തേ വിഭോ ബാധു മേ കാളാംബോധകളായ കോമളരുചിചക്രേണ ചക്രം ദിശാം ആവൃണ്വാനമുദാരമന്ദഹസിതസ്യന്ദ പ്രസന്നാനനം രാജത്കമ്പുഗധാരി പങ്കജധര ശ്രീമദ്ഭുജാമണ്ഡലം സ്രഷ്ടുസ്തുഷ്ടികരം വപുസ്തവ വിഭോ മദ്രോഗമുദ്വാസയേത് ദൃഷ്ട്വാ സംവൃതസംഭ്രമക്കമലഭൂഃ ത്വൽപാദപാദോരുഹേ ഹർഷാവേശവശം വദോ നിപതിതഃ പ്രീത്യാ കൃതാർത്തി ഭവൻ ജാനാസ്യേവ മനീഷിതം മമ വിഭോ ജ്ഞാനം തദാപാദയ ദ്വൈതാദ്വൈതഭവൽ സ്വരൂപ പരമിതി ആചഷ്ടതം ത്വാം ഭജേ ആതാമ്രേ ചരണേ വിനമ്രമദതം ഹസ്തേന ഹസ്തേ സ്പൃശൻ ബോധസ്തേ ഭവിതാ ന സർഗവിധിഭിർബന്ധോऽപി സഞ്ജായതേ ഇത്യാഭാഷ്യഗിരം പ്രതോഷ്യ നിതരാം തച്ചിത്തഗൂഢസ്വയം സൃഷ്ടൗ തം സമുദീരയഃ സ ഭഗവൻ ഉല്ലാസയോല്ലാഘദാം സൃഷ്ടൗ തം സമുദൈരയഃ സ ഭഗവൻ ഉല്ലാസയോല്ലാഘദാം സൃഷ്ടൗ തം സമുദൈരയഃ സ ഭഗവൻ ഉല്ലാസയോല്ലാഗദാം. ഹരയേ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം ഹരി ഓം ഹരി ഓം. നാരായണ. ഇപ്പോൾ വിരാട് പുരുഷന്റെ മൂർധാവിൽ സത്യലോകം, ആ സത്യലോകത്താണ് നമ്മുടെ ബ്രഹ്മദേവൻ ജാതനായി എന്ന് പറഞ്ഞത്. നാനാ ശിശുക്ഷാരസത്തോടെ, സ്ഫീതമായ രജോവികാരത്തോടെ, വർദ്ധിച്ചതായിട്ടുള്ള രജോവികാരവും അതുകൊണ്ട് തന്നെ ഉണ്ടായിട്ടുള്ള നാനാ ശിശുക്ഷാരസം സൃഷ്ടി ചെയ്യുവാനുള്ളതായിട്ടുള്ള താല്പര്യത്തോടും കൂടിയവനായിട്ടുള്ള എല്ലാ
ജീവന്മാരുടെയും മൊത്തത്തിലുള്ളവനായിട്ടുള്ള സമഷ്ടി ജീവനായിരിക്കുന്ന അല്ലേ, ത്രൈലോക്യ ജീവാത്മകം ഹിരണ്യഗർഭം ഇതി യം ശംസന്തി, ഹിരണ്യഗർഭൻ എന്ന് യാതൊരുവനെ പറയുന്നുവോ ആ ദാതാവ് സത്യലോക നിലയത്തിൽ ജാതനായി. അദ്ദേഹം തന്നെ തന്നെ നോക്കിക്കണ്ടു. തനിക്ക് സൃഷ്ടി ചെയ്യുവാനുള്ള ആഗ്രഹമുണ്ട്, താല്പര്യമുണ്ട്. എന്നാൽ അതിനെക്കുറിച്ച് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. വിശ്വവിഷയം ബോധം അനവാപ്യ ചിന്താകുല തസ്തിവാൻ, ചിന്താകുലനായിരുന്നു. ആ സമയത്ത് ഗുരുവായൂരപ്പ അങ്ങെന്ത് പറഞ്ഞു? തപതപ ഇത്യവം വൈഹായസീം വാണിയും ഏനം അസിസ്രവ. വൈഹായസീ വാണിയെ, വിഹായസിൽ നിന്നുള്ളതായിട്ടുള്ള, അന്തരീക്ഷത്തിൽ നിന്നുള്ളതായിട്ടുള്ള അല്ലെങ്കിൽ ആകാശവാണിയെ അങ്ങ് അവനെ കേൾപ്പിച്ചു. തപ തപ എന്നുള്ള രണ്ടക്ഷരം. അങ്ങനെ അത് കേട്ടിട്ട് അത് ശ്രുതിസുഖമായിട്ടുള്ള അതിൽ നിന്ന് അവന് തപസ്സിൽ പ്രേരണയെ ഉണ്ടാക്കി. അങ്ങനെ അങ്ങ് തപസ് ചെയ്യാൻ പ്രേരിപ്പിച്ചപ്പോൾ അവൻ ഈ ശബ്ദം കേട്ടത് എവിടുന്നാണ് എന്ന് ചിന്തിച്ചു. കോസൗ മാം അവദത് പുമാൻ, കഹാസൗ പുമാൻ മാം അവദത്, ആരാ ഈ പുരുഷൻ എന്നോട് ഇത് പറഞ്ഞത്? ഹു ഈസ് ഹി എന്ന് പറഞ്ഞ് എല്ലാ ഭാഗത്തേക്കും നോക്കി. ജലാപൂർണെ ജഗന്മണ്ഡലെ ദിക്ഷു ഉദ്വീക്ഷ്യ, ദിക്കുകളിലെല്ലാം ഉദ്വീക്ഷണം ചെയ്തിട്ടും കിമപി അനീക്ഷിതവത, ഒന്നും കാണാതിരുന്നവനായ ആ ബ്രഹ്മദേവനാൽ വാക്യാർത്ഥമുൽപശ്യത, ഭഗവാൻ പറഞ്ഞ തപ എന്ന വാക്കിന്റെ അർത്ഥത്തെ ഉള്ളിൽ കാണുന്നവനായിട്ട് ദിവ്യം വർഷസഹസ്രം, 1000 ദിവ്യ സംവത്സരങ്ങൾ ആത്തതപസാതേനത്വം ആരാധിത. ഗുരുവായൂരപ്പ സ്വീകരിച്ച തപസ്സുകൊണ്ട് അവനാൽ അങ്ങ് ആരാധിതനായില്ലേ, അങ്ങേ അവൻ തപസ്സിലൂടെ ആരാധിച്ചില്ലേ. എന്നിട്ടോ അങ്ങ് എന്ത് ചെയ്തു? തസ്മൈ ദർശിതവാനസി സ്വനിലയം, അവനങ്ങ് സ്വനിലയത്തെ, സ്വന്തം ഗൃഹത്തെ കാണിച്ചു കൊടുത്തില്ലേ, സ്വന്തം വാസസ്ഥാനത്തെ കാണിച്ചു കൊടുത്തില്ലേ. ആ വൈകുണ്ഠം എന്ന ഏകാത്ഭുത ലോകത്തെ, സമാനതകളില്ലാത്ത അത്ഭുതകരമായ ആ വൈകുണ്ഠ ലോകത്തെ അങ്ങ് അവന് കാണിച്ചു കൊടുത്തില്ലേ. ആ വൈകുണ്ഠ ലോകത്തെക്കുറിച്ച് ഞാൻ ഭാഗവതാദി പുരാണങ്ങളിൽ നിന്ന് ഇങ്ങനെയാ കേട്ടിരിക്കുന്നത്. ശരിയാണോ? മായായത്ര കഥാപി നോ വികുറുതേ, അവിടെ ഒരിക്കലും മായയുടെ വികാരങ്ങൾ ഒന്നുമില്ല, മായയുടെ യാതൊരു ജാലങ്ങളും പ്രകടനങ്ങളുമില്ല. അവിടെയുള്ളവരൊക്കെ മായയെ ജയിച്ചവരാണ്. ബാധേ ജഗദ്ഭ്യോ ബഹിഹി, അവർ ആ ലോകം ജഗത്തിന്റെ പുറത്താണ്, ജഗത്തിനെ അതിവർത്തിച്ചിരിക്കുന്നതാണ്. ശോകക്രോധ വിമോഹ സാധ്വസമുഖാഭാവാസ്തു ദൂരം ഗതഃ, അവിടെ ശോകം, ക്രോധം, വിമോഹം, സാധ്വസം മുതലായ ഭാവങ്ങളെല്ലാം എത്രയോ വിദൂരത്താണ്. അവിടേക്കൊന്നും പ്രവേശനമില്ല ഇവർക്കൊന്നും. സാന്ദ്രാനന്ദ ഝരീചയത്ര പരമജ്യോതി പ്രകാശാത്മകേ, ആ പരമജ്യോതി പ്രകാശാത്മകമായിട്ടുള്ള അവിടെ സാന്ദ്രാനന്ദ പ്രവാഹം ഒഴുകുകയല്ലേ. അങ്ങനെ ആനന്ദ ആ പ്രവാഹത്തിന്റെ ആ വൈകുണ്ഠ രൂപം, അത് അങ്ങയുടെ ധാമ, തത്തേ ധാമ വിഭാവിതം, ആ ബ്രഹ്മദേവനായി ദർശനം കൊടുത്തതായിട്ടുള്ള ആ വൈകുണ്ഠ രൂപം തേ ധാമ വിജയതേ, ഗുരുവായൂരപ്പ അത് വിജയിക്കുന്നു. ലോകത്തിലേക്ക് വെച്ച ഏറ്റവും ഉത്തമ സ്ഥാനമായി ആ വൈകുണ്ഠലോകം വിരാജിക്കുന്നു. യസ്മിന്നാമ ചതുർഭുജ ഹരിമണിശ്യാമാവദാദത്തിഷോ നാനാഭൂഷണരത്നദീപിത ദിശോ രാജദ്വിമാനാലയാഃ ഭക്തിപ്രാപ്ത തദാവിദോന്നത പദാ ദിവ്യന്തി ദിവ്യാജനാഃ തത്തേ ധാമ നിരസ്ത സർവശമലം വൈകുണ്ഠരൂപം ജയേത്. ഏതൊരിടത്താണോ 4 കൈകളുള്ളവരും ആ മരകഥക്കല്ല് പോലെയുള്ളതായിട്ടുള്ള വർണ്ണത്തോടുകൂടിയ ശോഭയോടുകൂടിയവരുമായിട്ടുള്ള നാനാരത്നാഭരണങ്ങൾ ധരിച്ച ദിക്കുകളെയെല്ലാം പ്രകാശിപ്പിക്കുന്നവരായി, വലിയ മാളികകൾ മുകളിൽ വിമാനങ്ങളിൽ വിരചിക്കുന്നവരായിട്ടും ഭക്തി കൊണ്ട് പ്രാപിച്ചതായിട്ടുള്ള ഉന്നത പദങ്ങളോടുകൂടിയവരുമായിട്ടുള്ള ദിവ്യജനങ്ങൾ അവിടെ ക്രീഡിക്കുന്നു. അങ്ങനെയുള്ള സർവ അമംഗളങ്ങളും നിരസിക്കപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള
ആ പുണ്യപവിത്രമായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള അങ്ങയുടെ ധാമ, ആ വൈകുണ്ഠരൂപം ധാമ ജയേത്, അത് ജയിക്കുമാറാകട്ടെ. അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരുടെ ഉള്ളിലൊക്കെ ഭഗവാന്റെ ഈ വൈകുണ്ഠത്തിന്റെ മഹിമ തെളിഞ്ഞു വിളങ്ങട്ടെ. അങ്ങനെ അവർ വൈകുണ്ഠത്തിൽ ആകൃഷ്ടരായി തീരട്ടെ. എനിക്കും പോകണം വൈകുണ്ഠത്തേക്ക് എന്നുള്ള താല്പര്യം എല്ലാവരിലും ഉണ്ടാവട്ടെ. അപ്പോൾ അങ്ങനെയുള്ള വൈകുണ്ഠരൂപം വിജയിക്കട്ടെ, വിജയിക്കട്ടെ, എല്ലാവരുടെ മനസ്സിലും വിജയിക്കട്ടെ, എല്ലാവരിലും താല്പര്യമുളവാക്കട്ടെ. ഭഗവാന്റെ ലോകത്തേക്ക് പോകാനുള്ള കൊതി എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് താല്പര്യം. ഇനി ആ വൈകുണ്ഠത്തെ ഒരു ശ്ലോകം കൂടി പറയണു. എന്താണ്? ലക്ഷ്മി ദേവിയുടെ നിത്യവാസമുള്ള സ്ഥാനമാണ് ഈ വൈകുണ്ഠം എന്ന് പറയണം. നോക്കാം. നാനാദിവ്യവധൂജനൈരഭിവൃത വിദ്യുല്ലതാ തുല്യയാ വിശ്വോന്മാദന ഹൃദ്യഗാത്രലതയാ വിദ്യോതിദാശാന്തര ത്വൽപാദാംബുജ സൗരഭൈക കുതുക ലക്ഷ്മീ സ്വയം ലക്ഷ്യത്തെ യസ്മിൻ വിസ്മയനീയ ദിവ്യ വിഭവം തത്തേ പദം ദേഹി മേ, തത്തേ പദം ദേഹി മേ. അപ്പോൾ യസ്മിൻ എന്ന് പറയുന്നുണ്ട്. യസ്മിൻ എന്ന് പറഞ്ഞാൽ യാതൊന്നിൽ, യാതൊരു ലോകത്ത്, ഏതൊരു വൈകുണ്ഠ ലോകത്ത് ആരൊക്കെയുണ്ട്? ആ ലക്ഷ്മീ ദേവിയുണ്ട്. എങ്ങനെ പ്രകാശിക്കുന്നോള്? നാനാദിവ്യവധൂജനൈഹി അഭിവൃത, അനേക ദിവ്യ സ്ത്രീകളാൽ അഭിവൃത, അഭിവൃത പരിവൃത, ചുറ്റി നിന്ന് സേവിച്ച് അനേക ദാസിമാര്, ദേവലോക സ്ത്രീകളാണ് ഈ ദേവിയുടെ ദാസിമാര്. സാധാരണക്കാരല്ല, വളരെ VVIP ഹോസ്റ്റസുകളാണ് ദേവിയെ സ്വീകരിക്കാനുള്ളത്, ദേവിയെ സൽക്കരിക്കാനുള്ളത് എന്ന് പറയാം അല്ലേ. എയർ ഹോസ്റ്റസ് എന്നൊക്കെ പറയും പോലെ 5 സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ ഹോസ്റ്റസുമാരുണ്ടാവും. അതുപോലെയുള്ളതായിട്ടുള്ള ഹോസ്റ്റസ്, അതിഥികളെ സൽക്കരിക്കുന്ന പോലെ സൽക്കരിക്കാനുള്ളതായിട്ടുള്ള ദാസികൾ ഈ ലക്ഷ്മി ദേവിയെ സേവിക്കാൻ ആരാണ്? സ്വർഗലോകത്തു നിന്നുള്ള ദേവസ്ത്രീകളാണ്. അതാണ് നാനാ ദിവ്യവധൂജനൈർ അഭിവൃത, ദിവ്യവധൂജനങ്ങളാൽ പരിവൃതയായിട്ടും വിദ്യുല്ലതാ തുല്യയാ വിശ്വോന്മാദന ഹൃദ്യ ഗാത്രലതയാ വിദ്യോതിദാശാന്തര. ഇതൊരു വിശേഷണമാണ് ഫ്രൈസായിട്ട്. അപ്പൊ ദേവി വിദ്യോതിത ആശാന്തര, ആശാന്തരങ്ങൾ, ദിഗന്തരങ്ങൾ. ആശ എന്നത് ദിക്കുകൾ, ദിക്കുകളുടെ അന്തരങ്ങളെ, ഉൾഭാഗങ്ങളെ, വ്യാപ്തികളെ എല്ലാം തന്നെ വിദ്യോതിതം, വിശേഷേണ ദ്യോതിതം, നന്നായി പ്രകാശിപ്പിക്കുന്നു. അപ്പൊ ദിക്കുകളെയൊക്കെ പ്രകാശിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാ ദേവി ദിക്കുകളെ പ്രകാശിപ്പിക്കുന്നത്? വിശ്വോന്മാദന ഹൃദ്യ ഗാത്രലതയാ, ദേവിയുടെ ഗാത്രലത, ശരീരമാകുന്ന വള്ളി, ഗാത്രലതയ. അപ്പോൾ അത് എങ്ങനെയുള്ളത്? വിശ്വോന്മാദന ഹൃദ്യ ഗാത്രലതയ, വിശ്വത്തിലുള്ള എല്ലാവരെയും ഉന്മാദിപ്പിക്കുന്നത്, എല്ലാവരെയും മോഹിപ്പിക്കുന്നതാണ് ലക്ഷ്മി ദേവിയുടെ രൂപം എന്ന് പറയുന്നത്. വിശ്വോന്മാദന ഹൃദ്യം, ഹൃദ്യം എന്നാൽ മനോഹരവുമായിട്ടുള്ള ഗാത്രലതയ, കോമളമായിരിക്കുന്ന മൃദുവായ വള്ളി പോലെയുള്ള ആ ശരീരം കൊണ്ട്. ലക്ഷ്മിയെ കൊതിക്കാത്തവരാരായി ഈ ലോകത്ത് അല്ലേ? എല്ലാവർക്കും വേണ്ടത് ലക്ഷ്മിയാണ് എന്ന് പറയാം. അപ്പൊ ലക്ഷ്മി ദേവി എല്ലാവരാലും അഭിലഷിക്കപ്പെടുന്നവളാണ്. പാലാഴിയിൽ നിന്ന് പൊങ്ങി വന്നപ്പോൾ എല്ലാവരും കഴുത്ത് നീട്ടി, എൻ്റെ കഴുത്തിൽ മാലയിട്ടോളൂ, എൻ്റെ കഴുത്തിൽ മാലയിട്ടോളൂ. ബ്രഹ്മദേവനും ഇന്ദ്രനും രുദ്രനും അടക്കം എല്ലാവരും ക്യൂ നിന്നു, ഇവിടെ ഇട്ടോളൂ, ഇവിടെ ഇട്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ലക്ഷ്മി ദേവി അവിടെ ഒന്നും ഇട്ടില്ല. കഴുത്ത് നീട്ടിയവരുടെ കഴുത്തിലൊന്നും ഇട്ടില്ല, നീട്ടാതിരിക്കുന്ന ഒരാളുടെ കഴുത്തിലാണ് കൊണ്ടുപോയിട്ടത് അല്ലേ. അത് ഭഗവാന്റെ കഴുത്തിൽ, ഭഗവാൻ മാത്രം നിസ്സംഗനായി നിന്നു. അപ്പൊ ദേവി എല്ലാവരെയും മതിപ്പിക്കുന്ന, എല്ലാവരെയും ആകർഷിക്കുന്ന രൂപമാണ് ലക്ഷ്മിയുടെ രൂപം എന്ന് പറയുന്നത്. അതാണ് വിശ്വോന്മാദന ഹൃദ്യ ഗാത്രലതയ. ആ ഗാത്രലത കീദൃശ വിദ്യുല്ലത തുല്യയാ എന്ന് പറഞ്ഞു. വിദ്യുല്ലത എന്താ? വിദ്യുത്ത് മിന്നലാണ്. വിദ്യുല്ലത മിന്നൽ കൊടി. അപ്പൊ മിന്നൽ കൊടിയെ പോലെ തുല്യയ, അതിനെ പോലെ ശോഭിക്കുന്നത്, വെട്ടിത്തിളങ്ങുന്നത് എന്നർത്ഥം.
അപ്പം മിന്നൽ കൊടി പോലെ വെട്ടിത്തിളങ്ങുന്നതായിട്ടുള്ള വിശ്വത്തിലുള്ള സർവരെയും മതിപ്പിക്കുന്ന, ആഹ്ലാദിപ്പിക്കുന്ന, മോഹിപ്പിക്കുന്നതായിട്ടുള്ള ആ മനോഹരമായ ഗാത്രലത കൊണ്ട് ദിക്കുകളെയെല്ലാം പ്രകാശിപ്പിക്കുന്നവളായിട്ടുള്ള ലക്ഷ്മീഹി എന്ന് പിന്നീട് പറയുന്നുണ്ട്. ആ ലക്ഷ്മി ദേവി, ആ ലക്ഷ്മി ദേവിക്ക് ഒരു വിശേഷണം കൂടി പറഞ്ഞു. ത്വൽപാദാംബുജ സൗരഭൈക കുതുക, ത്വൽപാദാംബുജ സൗരഭ ഏക കുതുക, അങ്ങയുടെ പാദകമലങ്ങളിൽ നിന്നുള്ള സൗരഭ്യത്തിൽ മാത്രം താല്പര്യമുള്ളവളായിട്ട്, ഭഗവാന്റെ പാദസേവ ചെയ്യുവാൻ തൽപരയായിട്ട്, ഭഗവാന്റെ പാദകമലത്തിൽ നിന്നുള്ളതായിട്ടുള്ള സൗരഭ്യം ആ ദേവിയെ ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ദേവി ഭഗവാന്റെ പാദങ്ങളെ സേവിക്കാനാണ് വ്യഗ്രത ദേവിക്ക്. ഭഗവാൻ മാറത്ത് സ്ഥാനമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും വക്ഷസ്ഥലം ലക്ഷ്മി ദേവിക്കുള്ള സ്ഥാനമാണ്. പക്ഷേ ലക്ഷ്മി ദേവിക്ക് അവിടെയല്ല ഇരിക്കേണ്ടത്, എപ്പോഴും ഭഗവാന്റെ കാലിൽ സേവിച്ചു കൊണ്ടിരുന്നാൽ മതി എന്നാ ലക്ഷ്മി ദേവി പറയണത്. എനിക്ക് ഭഗവാന്റെ പാദസേവ ചെയ്യാനാണ് ഇഷ്ടം എന്ന്. പക്ഷെ ഭഗവാൻ ദേവിയെ മാനിച്ചുകൊണ്ട് ദേവിക്ക് ഉന്നതമായിട്ടുള്ള സ്ഥാനം കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം. അപ്പോൾ ത്വൽ പാദാംബുജ സൗരഭ ഏക കുതുക, അങ്ങയുടെ പാദാംബോജത്തിലുള്ള സൗരഭത്തിന് ഏക കുതുകയായിട്ട് എന്ന് പറഞ്ഞാൽ അനന്യഭക്തിയായിട്ട്, പതിവ്രതയായിട്ട്, വേറൊന്നിലും താല്പര്യമില്ലാത്തവളായിട്ടുള്ള ആ ലക്ഷ്മി സ്വയം ദൃശ്യതേ യസ്മിന്, യസ്മിൻ വൈകുണ്ഠേ ലോകേ ലക്ഷ്മി സ്വയം ലക്ഷ്യത. ആ ലക്ഷ്മി ദേവി ആരും വിളിക്കാതെ തന്നെ അവിടെ കാണപ്പെടുന്നുണ്ട് എന്നർത്ഥം. ലക്ഷ്മി ദേവിയെ നമ്മൾ ഇവിടേക്ക് വരൂ, ഇവിടേക്ക് വരൂ, ഇവിടേക്ക് വരൂ എന്ന് വിളിച്ചാലും എത്ര വിളിച്ചാലും വരാൻ മടിയാ ദേവിക്ക്. പക്ഷെ ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ ഒരു മടിയില്ല, ഭഗവാൻ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്വയം ലക്ഷ്യത, അവിടെ നേരിട്ട് പ്രത്യക്ഷമായി കാണപ്പെടുന്നു എന്നർത്ഥം. ലക്ഷ്മി സ്വയം ലക്ഷ്യതേ യസ്മിൻ, അങ്ങനെയുള്ള വിസ്മയനീയ ദിവ്യവിഭവം തേ പദം മേ ദേഹി. വിസ്മയനീയ ദിവ്യവിഭവം, വിസ്മയനീയം എല്ലാവരെയും വിസ്മയിപ്പിക്കുന്നത്, എല്ലാവരെയും കണ്ണഞ്ചിപ്പിക്കുന്നത്, വാ പൊളിപ്പിക്കുന്നത് അല്ലേ. എല്ലാവരും വൈകുണ്ഠത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ഓ എന്ന് പറഞ്ഞു പോകും. അതാണ് ഇന്നത്തെ പിള്ളേരുടെ ഒരു ഭാഷ, വോ എന്ന് അല്ലേ. അത്ഭുതത്തെ പ്രകടിപ്പിച്ചുകൊണ്ട് വോ എന്ന് പറഞ്ഞു പോകുന്ന വിസ്മയനീയ ദിവ്യവിഭവം. ലൗകിക വിഭവങ്ങളല്ല, ഈ ലോകത്ത് കിട്ടുന്ന പെറിഷബിൾ ആയിരിക്കുന്ന വസ്തുക്കളല്ല അവിടെയുള്ളത്, നിസ്സാര വസ്തുക്കളല്ല. പെട്ടെന്ന് വാടിപ്പോകുന്ന പൂക്കളോ പെട്ടെന്ന് നശിച്ചു പോകുന്നതായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളോ പെട്ടെന്ന് നശിച്ചു പോകുന്നതായിട്ടുള്ള വസ്തുക്കളോ ഒന്നുമല്ല അവിടെയുള്ളത്. അവിടെയുള്ള വിഭവങ്ങളെല്ലാം ദിവ്യം. ദിവ്യം എന്ന് പറഞ്ഞാൽ അലൗകികം, ഈ ലോകത്ത് ലഭിക്കാത്തത്, ദുർലഭമായത്, ദുർലഭമല്ല ഒട്ടും ലഭിക്കാത്തത്, നോട്ട് അവൈലബിൾ ഹിയർ. ഇത് ആ ലോകത്ത് മാത്രമേ കിട്ടുള്ളൂ. അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഇത്തിരി പ്രയാസമാണ് അല്ലേ. പണ്ടൊക്കെ എന്താ പറയുക, ദുബായിൽ നിന്നൊക്കെ പോയിട്ട് വരുന്ന ആൾക്കാർ 1970കളിൽ ആകെ കൂടി അവർ കൊണ്ടുവരുന്നത് ചൈന സിൽക്ക് സാരി, ദുബായ് ലുങ്കി, പച്ച കളർ ലുങ്കികൾ. അത് തന്നെ ഒരു അത്ഭുതമാണ് ഇവിടെയുള്ള ആൾക്കാർക്ക്. എന്തെങ്കിലും സെൻറ്റ് അല്ലേ, കുറച്ച് ശരീരം മണക്കാനുള്ള കുറച്ച് സാധനങ്ങൾ, പിന്നെ പതുക്കെ പതുക്കെ ടേപ്പ് റിക്കാർഡുകളൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ അതൊന്നും അന്ന് ഇവിടെ കിട്ടില്ലായിരുന്നു. ദിവ്യം, ദുബായിൽ ഭവം അല്ലേ, അന്ന് ഇവിടെ കിട്ടില്ല. അന്ന് അത് അവിടുത്തെ വസ്തുക്കളാണ്, ഇവിടെ റെയറായിട്ടുള്ള സാധനങ്ങളാണ്. എന്നതുപോലെ ഇത് വൈകുണ്ഠത്തിൽ മാത്രം ലഭിക്കുന്നതായിട്ടുള്ള വസ്തുക്കളാണ്. താരതമ്യം ചെയ്യല്ല ഈ പൊട്ട സാധനങ്ങളുമായിട്ട്. ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ മാത്രം ലഭിക്കുന്നതായിട്ടുള്ള ഭോഗങ്ങളാണ് നോട്ട് അവൈലബിൾ ഹിയർ. ഇവിടെ കിട്ടുന്ന സാധനങ്ങളേ അല്ല, അവിടെ മാത്രം ലഭ്യം, വൈകുണ്ഠത്തിൽ മാത്രം ലഭ്യം ദിവ്യ വിഭവം. ആ ദിവ്യങ്ങളായ വൈഭവങ്ങളോട്, ദിവ്യ വസ്തുക്കളോട്, വിസ്മയനീയമായിട്ടുള്ള വസ്തുക്കൾ, അത്ഭുത പരതന്ത്രരാക്കുന്ന വസ്തുക്കൾ ഓരോന്ന് കണ്ടാലും നമ്മൾ വായി പൊളിച്ചു പോകും. അവിടെയുള്ളതായിട്ടുള്ള കെട്ടിടങ്ങൾ കണ്ടാൽ വായി പൊളിച്ചു പോകും, അവിടെ ഉള്ള സൗകര്യങ്ങൾ കണ്ടാൽ വായി പൊളിച്ചു പോകും, അവിടെയുള്ള ഉദ്യാനങ്ങൾ കണ്ടാൽ, അവിടെയുള്ള സരസ്സുകൾ കണ്ടാൽ, അവിടെയുള്ള പൂക്കളുടെ ശോഭയും മണവും കണ്ടു കഴിഞ്ഞാൽ, അവിടെയുള്ള പഴങ്ങൾ കണ്ടാൽ, അവിടെയുള്ള ഭക്ഷണ പാനീയ പദാർത്ഥങ്ങൾ കണ്ടാൽ, അവിടെയുള്ള എന്താ പറയുക ഉപകരണങ്ങൾ
കിടക്കാനും ഇരിക്കാനുമുള്ള കട്ടിലുകളും സോഫകളും അല്ലെങ്കിൽ മഞ്ചങ്ങളും ഊഞ്ഞാലുകളും അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ സ്വർണ്ണരത്നാദികളെ കൊണ്ട് നിർമ്മിച്ചത് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെയൊന്നും അവൈലബിൾ അല്ലാത്തതാണ്. ആരും അത്ഭുതപ്പെട്ടു പോകുന്നത് വിസ്മയനീയ ദിവ്യ വിഭവം. അങ്ങനെയുള്ള തേ പദം, തേ പദം, തത് തേ പദം, തത് തത്പദം, തേ പദം, ആ പദം അങ്ങയുടെ പദം മേ ദേഹി എനിക്ക് നൽകിയാലും തന്നെ. ആ തൽപദം മേ ദേഹി എന്ന് പറഞ്ഞാൽ നല്ലൊരു വേദാന്തപരമായിട്ടുള്ളൊരു പ്രയോഗം കൂടിയായി എന്നറിയാം. അങ്ങയുടെ സ്ഥാനത്തെ എനിക്ക് നൽകിയാലും. അപ്പൊ ഭഗവാൻ തിരിച്ചങ്ങോട്ട് പറയും തത്വമസി, തത്വമസി, തത് ത്വമസി, എന്നെ തെരഞ്ഞു വന്നിരിക്കുന്ന നീ ഞാൻ തന്നെയാകുന്നു. നീ നിന്നെ ശരിക്കറിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നിന്റെ സ്വന്തമാണ്, നിനക്ക് അനുഭവിക്കാവുന്നതാണ്. എന്നോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീ നിന്നെ ശരിക്കറിഞ്ഞാൽ മതി. നീ ഞാനും ഒന്നാണ്. തത്വമസി. ഈ ഉപദേശത്തിനാണ് ഇവിടെ പ്രാർത്ഥന. തത്തേ പദം ദേഹിമേ, അങ്ങയുടെ ആ വൈകുണ്ഠ പദവിയെ എനിക്ക് നൽകിയാലും എന്ന് പറഞ്ഞാൽ ഏതാണ് വൈകുണ്ഠ പദവി? കുണ്ഠതകളൊക്കെ ഇല്ലാതായ ആനന്ദ പദവി, ബ്രഹ്മാനന്ദ പദവി. ആ ബ്രഹ്മാനന്ദ പദവി ലഭിക്കണമെങ്കിൽ ആ ബ്രഹ്മജ്ഞാന ഉപദേശം തന്നെ കിട്ടണം ഭഗവാന്റെ ഇന്ന്. അപ്പൊ ഭഗവാനോട് പ്രാർത്ഥിക്കണം, ഭഗവാനെ അങ്ങയുടെ ആ ഉപദേശം നൽകി, ബ്രഹ്മജ്ഞാനം നൽകി അങ്ങയുടെ പദവിയിലേക്ക് എന്നെ ഉയർത്തിയാലും. തത്തേ പദം ദേഹിമേ. വളരെ ഗൂഢാർത്ഥങ്ങളോട് കൂടിയിട്ടാണ് മേൽപ്പത്തൂര് പ്രയോഗിച്ചിരിക്കുന്നത് എന്ന് പറയുക. അക്ഷരാർത്ഥം മാത്രം എടുത്താൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രാർത്ഥന വർണ്ണന ഒക്കെ തന്നെയാണ്. ഗൂഢാർത്ഥത്തിലോ ആത്മീയമായിട്ടുള്ള തത്വങ്ങളാണ് അവിടെ വർണ്ണിച്ചിരിക്കുന്നത് എന്നർത്ഥം. അപ്പൊ ഇവിടെ ആ വൈകുണ്ഠ ലോകത്തിൽ ലക്ഷ്മി സ്വയം വിരാജിക്കുന്നു. ലക്ഷ്മിയുടെ നിത്യ സാന്നിധ്യമുള്ളതായിട്ടുള്ള സ്ഥാനം. ലക്ഷ്മി പ്രത്യക്ഷമാണ് അവിടെ. അവിടുന്ന് ഒരിക്കലും ഡിസപ്പിയർ ചെയ്യുന്നില്ല ലക്ഷ്മി. നമ്മുടെ അവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ എപ്പോൾ പോയി എന്ന് ചോദിച്ചാൽ മതി. ഒരു മിന്നൽ പോലെ കാണും. അതോടെ മിന്നൽ കൊടിയോട് ലക്ഷ്മി എപ്പോഴും ഉപമിക്കുന്നത് അല്ലേ? മിന്നൽ കൊടി വിദ്യുല്ലതാ തുല്യയ. നമ്മുടെ അടുത്തൊക്കെ വരുമ്പോൾ മിന്നൽ കൊടിയാണ് ദേവി, എന്നാൽ അവിടെ ചെല്ലുമ്പോഴോ പെർമനന്റ് ആണ്. അപ്പൊ നാനാ ദിവ്യ വധൂജനൈഹി അഭിവൃത വിദ്യുല്ലതാ തുല്യയാ വിശ്വോന്മാദന ഹൃദ്യഗാത്രലതയാ വിദ്യോതിദാശാന്തര ത്വൽപാദാംബുജ സൗരഭൈക കുതുകാ ലക്ഷ്മീഹി യസ്മിൻ സ്വയം ലക്ഷ്യതേ തത് വിസ്മയനീയ ദിവ്യ വിഭവം പദം മേ ദേഹി. ലോകത്തിലുള്ള എല്ലാവരെയും വിസ്മയിപ്പിക്കുന്ന ആ ദിവ്യപദങ്ങളോ ദിവ്യ വിഭവങ്ങളോടുകൂടിയതായിട്ടുള്ള അങ്ങയുടെ ആ പദവിയെ, ആ സ്ഥാനത്തെ, ആ വൈകുണ്ഠ ലോകത്തെ എനിക്കും നൽകിയാലും എന്ന് പ്രാർത്ഥന. മനോഹരമായ പ്രാർത്ഥന. നാനാദിവ്യവധൂജനൈരഭിവൃത വിദ്യുല്ലതാ തുല്യയാ വിശ്വോന്മാദന ഹൃദ്യഗാത്രലതയാ വിദ്യോതിദാശാന്തര ത്വൽപാദാംബുജ സൗരഭൈക കുതുക ലക്ഷ്മീ സ്വയം ലക്ഷ്യത്തെ യസ്മിൻ വിസ്മയനീയ ദിവ്യ വിഭവം തത്തേ പദം ദേഹിമേ. ഇപ്പോൾ വൈകുണ്ഠം എനിക്ക് നൽകിയാലെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇനി ആ വൈകുണ്ഠത്തിൽ ഭഗവാന്റെ ദർശനം ആർക്ക്? ബ്രഹ്മദേവന് ഉണ്ടാകുന്നതിനെയാണ് അടുത്ത 2 ശ്ലോകങ്ങളിലൂടെ പറയുന്നത്. 7ഉം 8ഉം ശ്ലോകങ്ങള് ബ്രഹ്മാവ് കണ്ട വൈകുണ്ഠ മൂർത്തിയായ ഭഗവാന്റെ ദർശനം. തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനാദ്യാസിതം ഭാസ്വത്കോടിലസത്കിരീട കടകാദ്യാകൽപതി പ്രാകൃതി ശ്രീവത്സാംഗിതം ആത്തകൗസ്തുഭമണിച്ഛായാരുണം കാരണം വിശ്വേഷ തവ രൂപമൈക്ഷത വിധി തത്തേ വിഭോ ഭാതു മേ. തത്തേ വിഭോ ഭാതു മേ.
അപ്പോ വിധിഹി തവ രൂപം ഐക്ഷത, വിധിഹി ബ്രഹ്മദേവൻ തവ രൂപം ഐക്ഷത, അങ്ങയുടെ രൂപത്തെ ഈക്ഷിച്ചു, കണ്ടു, ദർശിച്ചു. ആ രൂപത്തെയാണ് അവിടെ വർണ്ണിച്ചത്. ആ രൂപം തത് തേ രൂപം ഹേ വിഭോ സർവവ്യാപിൻ സർവശക്ത മേ ബാധു, മേ ബാധു, എനിക്കും പ്രകാശിക്കട്ടെ, ഞാനും കാണുമാറാകട്ടെ. അപ്പോ ആ ബ്രഹ്മദേവൻ കണ്ടതായിട്ടുള്ള വൈകുണ്ഠമൂർത്തിയുടെ രൂപം എനിക്കും കാണിച്ചു തരണം എന്ന് പറഞ്ഞ് മേൽപ്പത്തൂർ പ്രാർത്ഥിക്കുകയാണ്. അപ്പോ കാണിച്ചു കൊടുത്തു തോന്നുന്നു. അതാണ് അടുത്ത ശ്ലോകത്തിൽ കുറച്ചുകൂടി ഭംഗിയായിട്ട് വർണ്ണിക്കാൻ പോകുന്നത്. മേൽപ്പത്തൂർ ഭഗവാനെ ശ്രീലകത്ത് കണ്ടിട്ടുണ്ടാകും. ഇതാ കണ്ടോ മേൽപ്പത്തൂരെ, ഇതാ ഞാൻ ഇങ്ങനെയാണ് ബ്രഹ്മാവിന് ദർശനം കൊടുത്തത് എന്ന് പറഞ്ഞ് ഭഗവാൻ ഗുരുവായൂർ ശ്രീലകത്തിലിരുന്നുകൊണ്ട് മേൽപ്പത്തൂരിന് ചിലപ്പോൾ ഒരു ദർശനം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ രീതിയിലാണ് അടുത്ത ശ്ലോകം കുറച്ചുകൂടി ഭംഗിയായിട്ട് വർണ്ണിക്കുന്നുണ്ട്. അപ്പൊ ഈ രൂപം ആദ്യത്തെ ശ്ലോകം നോക്കാം. അപ്പൊ വിധിഹി തവ രൂപം ഐക്ഷത, വിധി അങ്ങയുടെ രൂപത്തെ ഈക്ഷിച്ചു. എങ്ങനെയുള്ളതായിട്ടുള്ള രൂപം? തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനാദ്യാസിതം. ഒന്നാമത്തെ വിശേഷണം. തത്ര അവിടെ ആ വൈകുണ്ഠത്തിൽ എങ്ങനെ ഏവം പ്രതിദർശിതേ നിജപദേ, നല്ലതുപോലെ നേരിട്ട് കാണിച്ചു കൊടുത്തതായിട്ടുള്ള തൻ്റെ സ്ഥാനത്ത്, ഭഗവാന്റെ ലോകമാകുന്ന വൈകുണ്ഠ ലോകത്ത്, നിജപദേ തൻ്റെ സ്ഥാനത്ത് പ്രതിദർശിതമാക്കി നേരിട്ട് കാണിച്ചു കൊടുത്തു ബ്രഹ്മദേവന്. അങ്ങനെയുള്ള അപ്രകാരം കാണിച്ചു കൊടുത്ത ആ വൈകുണ്ഠ ലോകത്ത് രത്നാസന അധ്യാസിതം, രത്നാസനത്തിൽ അധ്യാസിതനായിട്ട് അധിവസിക്കുന്നവനായിട്ട് നല്ല രത്നസിംഹാസനത്തിലാണ് ഭഗവാന്റെ ഇരിപ്പ്, വൈകുണ്ഠമൂർത്തിയുടെ ഇരിപ്പ്. രത്നാസനാധ്യാസിതം. ഇനി ആ രൂപത്തെ വർണ്ണിക്കുകയാണ്. ബാസ്വത് കോടി ലസത് കിരീട കടകാദി ആകൽപതി പ്രാകൃതി. ബാസ്വത് കോടി എന്ന് പറഞ്ഞാൽ സൂര്യകോടി തന്നെയാണ്. ബാസ്വാൻ എന്നത് സൂര്യന്റെ പര്യായ ശബ്ദമാണ്. ബാസ്വാൻ, വിവസ്വാൻ, ഭാസ്കരൻ, ദിവാകരൻ, ഇതൊക്കെ ഭഗവാൻ സൂര്യന്റെ വിശേഷണങ്ങളാണ്, സൂര്യന്റെ പര്യായങ്ങളാണ്. ബാസ്വാൻ, ആ ബാസ്വാനെ ഇവിടെ കോടിയോട് ചേർത്തപ്പോൾ ബാസ്വത് കോടിയായി, സൂര്യകോടി എന്നർത്ഥം. സൂര്യകോടി ലസത് കിരീട, പരിലസിക്കുന്ന വെട്ടിത്തിളങ്ങുന്നതായിട്ടുള്ള കിരീടം. കടകാദി, കടകം മുതലായിട്ടുള്ള കയ്യിൽ ധരിച്ചിരിക്കുന്ന വളകളാണ് കടകം. വീതി കൂടിയതായിട്ടുള്ള വള കടകം, അല്ലാതെ വീതി കുറഞ്ഞത് കങ്കണം. പിന്നെ വിരലിൽ അങ്കുലീയങ്ങൾ, മുകളിലേക്ക് വന്നാൽ അങ്കദം, കേയൂരം മുതലായ ആഭരണങ്ങള്. ഇവിടെ ആദി എന്നേ പറഞ്ഞുള്ളൂ. കടകാദി, കിരീട കടകാദി. ആദി കൊണ്ട് ഭഗവാന്റെ ശരീരത്തിലുള്ള എല്ലാ ആഭരണങ്ങളെയും നമ്മൾ ചേർത്ത് വായിക്കണം. എറ്റ്സെട്ര എറ്റ്സെട്ര എന്ന് പറയുമ്പോൾ കടകം, കങ്കണം, അങ്കുലീയകങ്ങൾ, കേയൂരങ്ങൾ, അങ്കദങ്ങൾ, ഹാരങ്ങൾ, കാഞ്ചി, നോപുരം, ഇങ്ങനെ എന്തൊക്കെ ഭഗവാന്റെ ആഭരണങ്ങളുണ്ടോ എല്ലാം ചേർത്ത് ബാസ്വത് കോടി ലസത് കിരീട കടകാദി ആകൽപതി പ്രാകൃതി. ആകൽപ്പങ്ങൾ എന്നാൽ വിഭൂഷണങ്ങൾ, ആഭരണങ്ങൾ. ആകൽപ്പങ്ങളാൽ ദീപ്രാകൃതി, പ്രകാശിക്കുന്ന രൂപത്തോടു കൂടിയവനും. അപ്പൊ ഭഗവാന്റെ ശരീരം തന്നെ ഒരു നീല കാർമേക വർണ്ണമാണ്. അതിൽ ഈ അലങ്കരിച്ചിരിക്കുന്നതായിട്ടുള്ള സ്വർണ്ണരത്ന ആഭരണങ്ങളുടെയെല്ലാം പ്രകാശം വെട്ടിത്തിളങ്ങുന്നു. അങ്ങനെ ദീപ്രാകൃതി, ആകൽപ ദീപ്രാകൃതി, ആഭരണങ്ങളെ കൊണ്ട് ശോഭിക്കുന്ന ആകൃതിയോട് കൂടിയവനും. അപ്പൊ സൂര്യകോടി തേജസ്സോടെ കിരീടം പ്രകാശിക്കുന്നു, കടകാദി ആഭരണങ്ങൾ ശരീരത്തിൽ ശോഭിക്കുന്നു. അങ്ങനെയുള്ള ആകൃതിയോടുകൂടിയവനും. ശ്രീവത്സാങ്കിതം, ശ്രീവത്സം എന്ന മറുക അടയാളമായിരിക്കുന്നവനും. വക്ഷസ്ഥലത്ത് ശ്രീവത്സം അങ്കിതം അടയാളം ചെയ്തിരിക്കുന്നു. ആത്ത കൗസ്തുഭമണി ഛായാരുണം, ആത്ത കൗസ്തുഭമണി ഛായാരുണം. ആത്തം പ്രാപ്തം, അപ്പൊ കഴുത്തിൽ ധരിച്ചിരിക്കുന്നത് എന്നർത്ഥം. ആത്തമായിരിക്കുന്ന കൗസ്തുഭമണിയുടെ, കൗസ്തുഭം എന്ന പത്മരാഗരത്നത്തിന്റെ ഛായ കൊണ്ട്, അതിന്റെ കാന്തി കൊണ്ട് അരുണം, ആ ഭാഗമൊക്കെ ചുവന്നിട്ടുണ്ട്. ഒരു ചുവപ്പ് റിഫ്ലക്ഷൻ ശരീരത്തിൽ മുഴുവൻ വ്യാപിച്ചിട്ടുണ്ട്.
അതാണ് ആത്ത കൗസ്തുഭമണിച്ചായാരുണം. നീല നിറത്തില് ഒരു ചുവപ്പ് പ്രകാശം കോൺട്രാസ്റ്റ് ആയിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നു. ആ പത്മരാഗരത്നത്തിന്റെ കാന്തി മേലെ മുഴുവൻ വ്യാപിച്ചിരിക്കണു. ശ്രീവത്സാങ്കിതമാത്ത കൗസ്തുഭമണിച്ചായാരുണം കാരണം വിശ്വേഷാം. വിശ്വേഷാം കാരണം തിരിച്ചിടണം. വിശ്വേഷാം കാരണം. വിശേഷാം കാരണം എന്ന് പറഞ്ഞാൽ ഈ വിശ്വത്തിന് മൊത്തം കാരണമായിരിക്കുന്നതായിട്ടുള്ള, വിശ്വരൂപമായിരിക്കുന്ന, വിരാട് രൂപമായിരിക്കുന്ന തവ രൂപം, അങ്ങയുടെ രൂപത്തെ ഐക്ഷത കണ്ടു, നേരിട്ട് കണ്ടു. ആര്? വിധി. ആ വിധി ബ്രഹ്മദേവൻ കണ്ടു. തത്തേ അത് അങ്ങയുടെ തേ തത് രൂപം മേ ബാധു എനിക്കും പ്രകാശിക്കുമാറാകട്ടെ എന്ന് താല്പര്യം. അപ്പൊ ശ്രീവത്സം കൗസ്തുഭത്തിന്റെ ശോഭ, ആഭരണങ്ങളുടെ ശോഭ, സൂര്യകോടി തേജസ്സുള്ള കിരീടത്തിന്റെ ശോഭ, ഇതൊക്കെ കൂടിയതായിട്ടുള്ള വിശ്വത്തിന്റെ മുഴുവൻ കാരണമായിരിക്കുന്ന അങ്ങയുടെ രൂപത്തെ ആ ബ്രഹ്മദേവൻ കണ്ടുല്ലോ. അത് എനിക്കും ഒന്ന് കാണിച്ചു തരുമോ ഗുരുവായൂരപ്പ? അതാണ് പ്രാർത്ഥന. അപ്പൊ ഭഗവാൻ ഓ ആയിക്കോട്ടെ മേൽപ്പത്തൂരേ എന്ന് പറയും പോലെ അടുത്ത ശ്ലോകം ഗുരുവായൂരപ്പന്റെ വൈകുണ്ഠ രൂപത്തിന്റെ ഒന്നുകൂടെയുള്ള സൂക്ഷ്മമായിട്ട് നമ്മളെ കാണിച്ചു തരണം. കാളാംബോധകളായ കോമളരുചി ചക്രേണ ചക്രം ദിശാം ആവൃണ്വാനം ഉദാരമന്ദഹസിതസ്യന്ത പ്രസന്നാനനം രാജത് കമ്പുഗദാരി പങ്കജധര ശ്രീമദ്ഭുജാമണ്ഡലം സ്രഷ്ടുസ്തുഷ്ടികരം വപുസ്തവ വിഭോ മദ്രോഗമുദ്വാസയേത്. അതിമനോഹരമായിട്ടുള്ളൊരു ധ്യാന ശ്ലോകമാണിത്. ഇതെപ്പോഴും ധ്യാനിക്കാവുന്ന ശ്ലോകമാണ്. പല ഭാഗവതാചാര്യന്മാരും ഭാഗവതം പാരായണം ചെയ്യുന്നതിന് മുമ്പ് ധ്യാനിക്കും. നാരായണീയാചാര്യന്മാർ നാരായണീയ പാരായണത്തിന് മുമ്പായിട്ട് ധ്യാനിക്കും. വിഷ്ണു ഭക്തന്മാർക്ക്, ഗുരുവായൂരപ്പ ഭക്തന്മാർക്കൊക്കെ ധ്യാനിക്കാനുള്ളതായിട്ടുള്ള അതിമനോഹരമായിട്ടൊരു ശ്ലോകമാണിത്. കാളാംബോധ കളായ കോമള രുചി ചക്രേണ ചക്രം ദിശാമാവൃണ്വാനം ഉദാരമന്ദഹസിതസ്യന്ത പ്രസന്നാനനം രാജത് കമ്പുഗദാരി പങ്കജധര ശ്രീമദ്ഭുജാമണ്ഡലം സ്രഷ്ടുസ്തുഷ്ടികരം വപുസ്തവ വിഭോ മദ്രോഗമുദ്വാസയേത്. സ്രഷ്ടുസ്തുഷ്ടികരം വപു തവ വിഭോ മദ്രോഗമുദ്വാസയേത്. ഗുരുവായൂരപ്പനെ നേരിട്ട് കണ്ടു. അപ്പൊ ഭഗവാനോടൊരു ആപ്ലിക്കേഷനും കൊടുത്തു, നിവേദനം കൊടുത്തു, എൻ്റെ കാര്യം ഒന്ന് പരിഗണിക്കണേന്ന്. ഏതാണ്? മദ്രോഗമുദ്വാസയേത്. എൻ്റെ രോഗത്തെ അകറ്റിക്കളയണേ, ഉദ്വസിപ്പിക്കണേ, ദൂരേക്ക് അകറ്റിക്കളയണേ, ആട്ടിക്കളയണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഭഗവാന്റെ രൂപം എങ്ങനെയുള്ളത്? ആ ബ്രഹ്മദേവന്, സ്രഷ്ടാവിന് തുഷ്ടികരം. സ്രഷ്ടുഹു തുഷ്ടികരം സ്രഷ്ടുസ്തുഷ്ടികരം വപുഹു തവ വപുഹു വപുസ്തവ വിഭോ. അല്ലയോ സർവവ്യാപിൻ, സർവശക്ത, അങ്ങയുടെ വപുസ്സുണ്ടല്ലോ, അത് ബ്രഹ്മദേവന് എന്തെന്നില്ലാത്ത ആനന്ദത്തെ കൊടുത്തു. സ്രഷ്ടുസ്തുഷ്ടികരം വപുസ്തവ വിഭോ മദ്രോഗമുദ്വാസയേത്. അപ്പൊ ആ വപു, ബ്രഹ്മദേവൻ കണ്ട് ആനന്ദിച്ചതായിട്ടുള്ള ഭഗവാന്റെ വപുസ് കീദൃശം, എങ്ങനെയുള്ളതാണ് വപുസ്? കേട്ടോളൂ. കാളാംബോധ കളായ കോമള രുചി ചക്രേണ ദിശാം ചക്രമാവൃണ്വാനം. ഒരു വിശേഷണം. കാളാംബോധ കളായ കോമള രുചി ചക്രേണ ദിശാം ചക്രമാവൃണ്വാനം. എന്താണ് ഇവിടെ? കാളാംബോധകളായ കോമള രുചി. കാളാംബോധം, അംബോധം എന്ന് പറഞ്ഞാൽ അമ്പസിനെ ദാനം ചെയ്യുന്നത്, വെള്ളം തരുന്നത് ആരാണ്? മേഘം. കാളാംബോധം, കാളമേഘം, കാർമേഘം തന്നെ. ഭഗവാന്റെ രൂപം കാർമേഘവർണ്ണനാണ് അല്ലേ? അപ്പൊ കാളാംബോധം എന്ന് പറഞ്ഞാൽ കാർമേഘം പോലെയുള്ളതും. കളായ കോമള രുചി, കളായം എന്ന് പറഞ്ഞാൽ കളായ കുസുമം, കായാമ്പു.
കായാമ്പൂ പോലെ മൃദുവായിരിക്കുന്നതും കായാമ്പൂവിൻ്റെ വർണ്ണത്തോടു കൂടിയതും. അപ്പോൾ നീലമേഘത്തോടും കായാമ്പൂവിനോടും ഉപമിച്ചു ഭഗവാന്റെ ശരീരം. അങ്ങനെ കാർമേഘം പോലെയും കായാമ്പൂ പോലെയുമുള്ള കോമള രുചീചക്രേണ, അതികോമളമായിട്ടുള്ള രുചീചക്രം. രുചീചക്രം എന്ന് പറഞ്ഞാൽ കാന്തി പ്രസരം, ചുറ്റുപാടുണ്ടാകുന്ന ഓറ, ഭഗവാന്റെ ശരീരത്തിൽ നിന്നുള്ള റേഡിയേഷൻ, ആ നീലവർണ്ണത്തിൻ്റെ ഒരു കാന്തി റേഡിയേഷൻ ചുറ്റുഭാഗവും പ്രകാശിക്കുന്നു. അതെന്ത് ചെയ്യണു? ദിശാം ചക്രം ആവൃണ്വാനം. ദിശാം ചക്രം എന്ന് പറഞ്ഞാൽ ദിക്കുകളുടെ ചക്രത്തെ, ചക്രം എന്നാൽ മണ്ഡലത്തെ. അപ്പോൾ എല്ലാ ദിക്കുകളെയും, ചുറ്റുഭാഗമുള്ള ദിക്കുകളെ മുഴുവൻ ആവൃണ്വാനം, ആവരണം ചെയ്യുന്നതും. ഇപ്പോൾ ഭഗവാന്റെ ശരീരത്തിൽ നിന്നുള്ള ആ നീല കിരണങ്ങൾ, ആ കാന്തി കൊണ്ട് എല്ലാ ദിക്കുകളെയും പൂരിപ്പിച്ചിരിക്കുന്നു. ആ ദിക്കുകളൊക്കെ പ്രകാശിക്കുകയാണ്. ഏത് വർണ്ണത്തിൽ? എല്ലാറ്റിലും ഒരു നീല റേഡിയേഷൻ, മൊത്തത്തിലൊരു നീല ഗ്ലെയർ എന്ന് പറയുക എല്ലായിടത്തും. ആ ഭഗവാന്റെ ശരീരത്തിൽ നിന്നുള്ള കാന്തിയുടെ പ്രസരം കൊണ്ട്. അതാണ് ദിശാം ചക്രം ആവൃണ്വാനം, ദിക്കുകളുടെ മണ്ഡലങ്ങളെയെല്ലാം ആവരണം ചെയ്തിരിക്കുന്നതും. ഉദാരമന്ദഹസിതസ്യന്ത പ്രസന്നാനനം, ഉദാരമാകുന്ന മന്ദഹാസമാകുന്ന സ്യന്തം എന്ന് പറഞ്ഞാൽ ഒരു അമൃതം, അത് സെന്തിക്കുന്നത്, അത് തൂവുന്നത് അമൃതപ്രവാഹത്തോടുകൂടി പ്രസന്ന ആനനം. അപ്പം ഒരു പൂ പോലെ, താമര പോലെ വികസിച്ചിരിക്കുന്നതായിട്ടുള്ള ആനനം മുഖം, അതിൽ നിന്ന് തേൻ ഒഴുകുന്നുണ്ട് എന്ന് തന്നെ വെച്ചോളൂ. അതാണ് ഉദാര മന്ദഹസിതസ്യന്ത പ്രസന്നാനനം. ഉദാരമാകുന്ന മന്ദഹസിതം വഴിയുന്നു അവിടുന്ന്. സ്യന്തനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒഴുകുക, ഒലിക്കുക, നനയുക എന്നൊക്കെ അർത്ഥമാണ്. അവിടെ ആ മന്ദഹാസം ഒഴുകുന്നതായിട്ടുള്ള, പ്രവഹിക്കുന്നതായിട്ടുള്ള നല്ല മുഖം എന്ന് പറയുക. ഉദാര മന്ദഹസിതസ്യന്ത പ്രസന്നാനനം, പ്രസാദിച്ചിരിക്കുന്ന മുഖത്തോടും കൂടിയതും. രാജത് കമ്പു ഗദാരി പങ്കജധര ശ്രീമദ് ഭുജാമണ്ഡലം, ശ്രീമത്തായിരിക്കുന്ന ഐശ്വര്യപൂർണമായ ഭുജ ആമണ്ഡലം. ഭുജങ്ങൾ മണ്ഡലം പോലെ, ആമണ്ഡലം എന്ന് പറഞ്ഞാൽ വൃത്താകൃതിയിൽ ചുറ്റും കൈകൾ. അതിൽ പ്രധാനമായിട്ടുള്ള 4 കൈകളെ എടുത്തു പറഞ്ഞു. ഏതൊക്കെയാണ്? രാജത്, പ്രകാശിക്കുന്നതായിട്ടുള്ള കമ്പു, കമ്പു പാഞ്ചജന്യം എന്ന ശംഖ്, ഗദ, കൗമോദകി എന്ന ഗദ, അരി, സുദർശനം എന്ന ചക്രം, പങ്കജം, താമര. അപ്പൊ 4 കൈകൾ, ശംഖചക്ര ഗദാ പത്മങ്ങൾ ധരിച്ചിരിക്കുന്ന ശ്രീമത്തായിരിക്കുന്ന ഭുജാമണ്ഡലം. കൈകളുടെ ഒരു വൃത്താകൃതി എന്ന് പറഞ്ഞാൽ 4 കൈകൾ 4 ഭാഗത്തേക്ക് ഇങ്ങനെ 4 ആരങ്ങളെ പോലെ വൃത്താകൃതിയിൽ, ഒരു സ്റ്റാർ പോലെ ഭഗവാന്റെ പുറകില് 4 കൈകൾ എന്നർത്ഥം. അപ്പൊ അങ്ങനെ എന്താ പറയുക? രാജത് കമ്പു ഗദാരി പങ്കജധര ശ്രീമദ് ഭുജാമണ്ഡലം സ്രഷ്ടുസ്തുഷ്ടികരം തവ വപുഹു. ബ്രഹ്മദേവന് തുഷ്ടിയെ കൊടുക്കുന്നതായിട്ടുള്ള അങ്ങയുടെ ആ വപുസ് മദ്രോഗമുദ്വാസയേത്, എൻ്റെ രോഗത്തെ ഉദ്വാസനം ചെയ്യട്ടെ എന്ന്. അപ്പോൾ മുമ്പുള്ള ദശകങ്ങളിലുമൊക്കെ വർണ്ണിച്ചത് 2ാം ദശകത്തിലും പറഞ്ഞു. സൂര്യസ്പർദ്ധി കിരീടമൂർധ്വതിലക പ്രോദ്ഭാസി ബാലാന്തരം കാരുണ്യാകുലനേത്രമാർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാപകുണ്ടല യുഗം കണ്ഠോജ്വലൽ കൗസ്തുഭം ത്വദ്രൂപം വനമല്യഹാര സദൃശ ശ്രീവത്സതിപ്രം ഭജേ എന്നൊക്കെ മുമ്പ് സ്തുതിച്ചത് ഇവിടെ വൈകുണ്ഠമൂർത്തിയായിട്ട് നല്ലൊരു ഗംഭീരമായിട്ട് ധ്യാന ശ്ലോകമായിട്ട് തന്നു. അപ്പോൾ കാർമേഘവും കായാമ്പൂവിൻ്റെയും അതിമനോഹരമായ കാന്തിചക്രം കൊണ്ട്, തൻ്റെ ശരീരത്തിൽ നിന്നുള്ള പ്രഭാമണ്ഡലം കൊണ്ട് ദിഗ്മണ്ഡലങ്ങളെ വ്യാപിച്ച് പ്രകാശിപ്പിക്കുന്നതും, ഉദാരമായ മന്ദഹസിതം പ്രവഹിച്ച് പ്രസന്നമായി ഒഴുകുന്നതും പ്രസന്നമായി വികസിച്ചതുമായിട്ടുള്ള അങ്ങയുടെ മുഖം, അതുപോലെ തന്നെ കൈകളും 4 കൈകളിൽ 4 ആയുധങ്ങളോട് കൂടിയതും, അങ്ങനെയുള്ള അങ്ങയുടെ മൂർത്തിയെ ബ്രഹ്മദേവൻ കണ്ട് സന്തോഷിച്ചു. ആ മൂർത്തി എനിക്കും ദർശിപ്പിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചു. കാളാംബോധ കളായ കോമള രുചി ചക്രേണ ചക്രം ദിശാമാവൃണ്വാനം ഉദാരമന്ദഹസിതസ്യന്ത പ്രസന്നാനനം
രാജത് കമ്പുഗദാരി പങ്കജധര ശ്രീമദ്ഭുജാമണ്ഡലം സ്രഷ്ടുസ്തുഷ്ടികരം വപുസ്തവ വിഭോ മദ്രോഗമുദ്വാസയേത് മദ്രോഗമുദ്വാസയേത്. ആ വൈകുണ്ഠമൂർത്തിയെ കണ്ട് ബ്രഹ്മദേവൻ പ്രാർത്ഥിക്കുകയാണ്. ഇനി ഭഗവാനോടുള്ളതായിട്ടുള്ള ബ്രഹ്മദേവന്റെ പ്രാർത്ഥനയാണ് 9-ാം ശ്ലോകത്തിൽ. ദൃഷ്ട്വാ സംവൃത സംഭ്രമഃ കമലഭൂഃ ത്വൽപാദപാദോരുഹേ ഹർഷാവേശവശം വദോ നിപതിതഃ പ്രീത്യാ കൃതാർത്ഥി ഭവൻ ജാനാസ്യേവ മനീഷിതം മമ വിഭോ ജ്ഞാനം തദാപാദയ ദ്വൈതാദ്വൈതഭവൽ സ്വരൂപ പരമിത്യാചഷ്ടതം ത്വാം ഭജേ. ദൃഷ്ട്വാ സംവൃത സംഭ്രമഃ കമലഭൂഃ ത്വൽപാദപാദോരുഹേ ഹർഷാവേശവശം വദോ നിപതിതഃ പ്രീത്യാ കൃതാർത്ഥി ഭവൻ ജാനാസ്യേവ മനീഷിതം മമ വിഭോ ജ്ഞാനം തദാപാദയ ദ്വൈതാദ്വൈതഭവൽ സ്വരൂപ പരമിത്യാചഷ്ടതം ത്വാം ഭജേ. അപ്പൊ ദൃഷ്ട്വാ കണ്ടിട്ട്, ആര്? ഈ കമലഭൂഹു താമരയിൽ ഭവിച്ചവൻ, അതുകൊണ്ട് അദ്ദേഹത്തിന് പേര് താമരയിൽ ഭവിച്ചവൻ കമലഭൂ, കമലജന്മ. ആ ബ്രഹ്മദേവൻ സംഭൃത സംഭ്രമഃ, ഭഗവാനെ കണ്ടപ്പോ സംഭൃതം, സംഭരിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാലോ നല്ലോണം വർദ്ധിച്ചത് എന്നർത്ഥമാണ്. വർദ്ധിച്ച സംഭ്രമത്തോടെ, ഇവിടെ ഭക്തി പരവശനായിട്ട് ഭഗവാന്റെ ഈ അത്ഭുതകരമായിട്ടുള്ള വൈകുണ്ഠ രൂപം കണ്ട് ബ്രഹ്മദേവൻ അദ്ദേഹത്തിന്റെ ഉള്ളിൽ എന്തെന്നില്ലാത്തൊരു ഭക്തിയുടെ പരവശ്യമുണ്ടായി. എങ്ങനെയാണ് ഭഗവാനോട് പെരുമാറേണ്ടത്, എന്താ ചെയ്യേണ്ടത് എന്നൊന്നും അറിയില്ല. നമ്മുടെ ധ്രുവൻ ഭഗവാനെ കണ്ടപ്പോണ്ടായതായിട്ടുള്ള അതേ അനുഭവം തന്നെയാണ് ബ്രഹ്മദേവനുണ്ടാവുന്നത്. അങ്ങനെ ഭഗവാനെ കണ്ട് സംഭൃത സംഭ്രമനായിട്ട്, വർദ്ധിച്ച സംഭ്രമത്തോടു കൂടിയവനായിട്ട് ത്വൽപാദപാദോരുഹേ ഹർഷാവേശവദം വശം വദോ നിപതിതഃ. ത്വൽപാദപാദോരുഹേ, അങ്ങയുടെ പാദമാകുന്ന താമരയിൽ. പാദോരുഹം എന്ന് പറഞ്ഞാൽ പാദസ്സിൽ ആരോഹണം ചെയ്തത്. പാദസ് വെള്ളം തന്നെയാണ്. പാദസ്സിൽ ആരോഹണം ചെയ്തത്, വെള്ളത്തിൽ ജനിച്ചത് അംബുജം, താമര. ഏതാണ് ഇവിടുത്തെ താമര? ഭഗവാന്റെ പാദമാകുന്ന താമരയിൽ. അപ്പൊ പാദകമലങ്ങളിൽ എന്നർത്ഥം. ത്വൽപാദപാദോരുഹേ ഹർഷാവേശവശം വദോ നിപതിതഃ. ഹർഷ ആവേശവശം വദഃ, ഹർഷത്തിന്റെ ആനന്ദത്തിന്റെ ഉന്മാദമായിട്ടുള്ള ഭാവത്തിൽ ആവേശത്തോടുകൂടി വശം വദ പരവശനായിട്ട്, അവശനായിട്ട്, ആനന്ദം കൊണ്ട് പരവശനായിട്ട് നിപതിതഃ, നിതരാപതിതഃ, ദീർഘദണ്ഡ നമസ്കാരം ചെയ്തു ഭഗവാന്റെ പാദങ്ങളിൽ എന്നാണ്. അങ്ങനെ ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. അങ്ങനെ നമസ്കരിച്ചപ്പോൾ അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത പ്രീതിയും ഉണ്ടായി, സന്തോഷായി. പ്രീത്യാ കൃതാർത്ഥി ഭവൻ, സ്വയം കൃതാർത്ഥനായി എന്ന് പറയാ. കൃതാർത്ഥനായി ഭവിച്ചിട്ട് എന്നാണ്. തന്റെ തപസ് ധന്യം, പൂർണ്ണം, സഫലം, ഉദ്ദേശിച്ച കാര്യം നടന്നിരിക്കണു, കാര്യം സാധിച്ചു അല്ലേ. അതാണ് പ്രീത്യാ കൃതാർത്ഥി ഭവൻ, സന്തോഷത്തോടുകൂടെ, വർദ്ധിച്ച പ്രീതിയോടെ, പ്രേമത്തോടെ കൃതാർത്ഥനായി ഭവിച്ചിട്ട്. അപ്പൊ ഭഗവാനെ കണ്ടതോടുകൂടി തന്റെ തപസ്സാഫല്യം നേടിയവനായി, നിറഞ്ഞ ആനന്ദ പരവശനായിട്ട് എന്ത് ചെയ്തു? ഭഗവാനോട് ഇപ്രകാരം പറഞ്ഞു. എന്താ പറഞ്ഞത്? ജാനാസ്യേവ മനീഷിതം മമ വിഭോ ജ്ഞാനം തദാപാദയ ദ്വൈതാദ്വൈതഭവൽ സ്വരൂപ പരം. ഇതി ആചഷ്ട എന്ന് പറഞ്ഞാൽ
ഇപ്രകാരം ആഖ്യാനം ചെയ്തു. ഇങ്ങനെ പറഞ്ഞു. എങ്ങനെ പറഞ്ഞു? ആ ബ്രഹ്മദേവന്റെ വാക്കുകളാണ്: ജാനാസ്യേവ മനീഷിതം മമ വിഭോ ജ്ഞാനം തദാപാദയ ദ്വൈതാദ്വൈത ഭവൽ സ്വരൂപ പരം ഇത്യാചഷ്ട തം ത്വാം ഭജേ. അങ്ങനെ ബ്രഹ്മാവിനാൽ പറയപ്പെട്ടവനായ അങ്ങയെ ഞാനും ഭജിക്കുന്നു ഗുരുവായൂരപ്പ. ആ ബ്രഹ്മദേവന് കൊടുത്ത ജ്ഞാനം എനിക്കും തരണേ ചുളുവില്. ബ്രഹ്മദേവന്റെ പ്രാർത്ഥന തന്നെയാണ് എനിക്കും പ്രാർത്ഥിക്കാനുള്ളത്. അദ്ദേഹത്തിന് കൊടുത്ത അതേ ജ്ഞാനം എനിക്കും നൽകിയാൽ ഞാനും ധന്യനായി, കൃതാർത്ഥനായി, ജീവൻ മുക്തനായി, സ്ഥിതപ്രജ്ഞനായി. ആ ജ്ഞാനമാണ് എനിക്കും വരേണ്ടത്. അപ്പൊ എന്താ പറഞ്ഞത് ബ്രഹ്മദേവന്റെ വാക്കുകള്? ജാനാസ്യേവ മനീഷിതം മമ വിഭോ. ആദ്യത്തെ വാക്ക് മമ മനീഷിതം. ഹേ വിഭോ ത്വം ജാനാസിയേവ. എന്റെ മനീഷിതം, മനീഷിതം എന്ന് പറഞ്ഞാൽ മനസ്സിൽ കൽപ്പിച്ചത്, ബുദ്ധിയിൽ കൽപ്പിച്ചത്, എന്റെ നിശ്ചയം എന്നൊക്കെ അർത്ഥം. എന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ഹേ വിഭോ ത്വം ജാനാസിയേവ. ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അങ്ങ് ആരാണ്? വിഭുവാണ്. വിഭു എന്നാൽ സർവവ്യാപി. അപ്പൊ എൻ്റെ ഉള്ളിലും എൻ്റെ അന്ധക്കരണത്തിലുള്ള വൃത്തികളെ അറിഞ്ഞുകൊണ്ട് അതിനെല്ലാം സാക്ഷിയായി ഞാൻ അറിയുന്നതിന് മുമ്പേ എൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെ അറിയുന്ന ആളാണ് അങ്ങ്. സോ ഞാൻ പറയേണ്ട കാര്യമുണ്ടോ സർവാന്തര്യാമിയായ അങ്ങയോട്? അപ്പൊ വിഭുവായ അങ്ങയോട്, സർവവ്യാപിയായ അങ്ങയോട് മമ മനീഷിതം കിം വക്ഷ്യാമി, ഞാൻ എന്ത് പറയാനാ? ജാനാസിയേവ, യു നോ എവറിത്തിങ് അല്ലെ? ജാനാസി എന്ന് പറഞ്ഞാൽ ത്വം ജാനാസി, അങ്ങ് അറിയുന്നു എല്ലാം തന്നെ. എൻ്റെ ഉള്ളിലിരിപ്പെല്ലാം അങ്ങ് അറിയുന്നു. അതുകൊണ്ട് ഞാൻ ഇനി പ്രത്യേകമായിട്ട് എണ്ണി പറയേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് എന്താ വേണ്ടതെന്ന് എന്നേക്കാൾ നന്നായിട്ട് അങ്ങേക്കറിയാം. അപ്പൊ എന്താ വേണ്ടത്? പിന്നെ പ്രാർത്ഥിച്ചത് ജ്ഞാനം തദാപാദയ, തജ്ഞാനം ആപാദയ. എനിക്ക് വേണ്ടതായിട്ടുള്ള ആ അറിവിനെ അങ്ങ് നൽകിയാലും, ആപാദയ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിത്തരണേ, സമ്പാദയ, എനിക്ക് സമ്യക്കായി പതിപ്പിച്ചു തരണേ, എനിക്ക് ആർജിപ്പിച്ചു തരണേ, എൻ്റെ ഉള്ളിൽ തോന്നിപ്പിക്കണേ വേണ്ട ജ്ഞാനത്തെ. ഏത് ജ്ഞാനം? ദ്വൈതാദ്വൈത ഭവൽ സ്വരൂപ പരം ജ്ഞാനം. അജ്ഞാനത്തിന്റെ വിശേഷണമാണ് ദ്വൈതാദ്വൈത ഭവൽ സ്വരൂപ പരം ജ്ഞാനം തദാപാദയ ഇത്യാചഷ്ട. ഇങ്ങനെ പറഞ്ഞു ബ്രഹ്മദേവൻ അങ്ങയോട്, ഇപ്രകാരം പറഞ്ഞു. അങ്ങനെയുള്ള അങ്ങയെ ത്വാം അഹം ഭജേ. അപ്പൊ എന്താ ഈ ദ്വൈതാദ്വൈത ഭവൽ സ്വരൂപ പരം ജ്ഞാനം? ദ്വൈതാദ്വൈതപരം ഭവത് സ്വരൂപ, ഭഗവാന്റെ രണ്ട് സ്വരൂപങ്ങളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ഏത് രണ്ട് സ്വരൂപങ്ങള്? ദ്വൈതപരം ഭവൽ സ്വരൂപം, അദ്വൈതപരം ഭവൽ സ്വരൂപം. ഇതെന്താപ്പത്? എത്ര സ്വരൂപമുണ്ട് ഭഗവാന് എന്നാണെങ്കിൽ ദ്വൈതപരം ഭഗവൽ സ്വരൂപം, അദ്വൈതപരം ഭഗവൽ സ്വരൂപം. ഏതാണ് ദ്വൈതപരം ഭഗവൽ സ്വരൂപം? ദ്വൈതപരം എന്ന് പറഞ്ഞാല് ഈ ദ്വൈതങ്ങളെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന, ഈ പ്രപഞ്ചത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന, ഈ നാനാത്വത്തിന്റെ മുഴുവൻ ആധാരഭൂതനായ വിരാട് സ്വരൂപനായ അങ്ങയെ കുറിച്ചിട്ടുള്ള ജ്ഞാനം, അത് ദ്വൈതപരം ജ്ഞാനം. ദ്വൈതം എന്ന് പറഞ്ഞാല് ഈ വിരാട്ടിനെ കുറിച്ചിട്ടുള്ള ജ്ഞാനം, ഈ വിശ്വത്തെ കുറിച്ചിട്ടുള്ള ജ്ഞാനം, ഈ വിശ്വം അങ്ങയുടെ മൂർത്തി തന്നെയാണ് എന്നുള്ളതായിട്ടുള്ള ജ്ഞാനം ദ്വൈതപരം ജ്ഞാനം. വ്യാവഹാരികമായിട്ടുള്ള ഈ ലോകം അങ്ങയുടെ മൂർത്തിയാണ്. ഇപ്പൊ കാണപ്പെടുന്നതായിട്ടുള്ള ഈ പർവ്വതങ്ങളും വൃക്ഷങ്ങളും നദികളും സമുദ്രങ്ങളും ആകാശവും ഭൂമിയും വായുവും ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ നിറഞ്ഞിരിക്കുന്നതായുള്ള ഈ നാനാത്വം പ്രകടമായിരിക്കുന്ന ഈ വിശ്വം അങ്ങയുടെ സ്വരൂപമാണ്, അങ്ങയുടെ മൂർത്തിയാണ് എന്നുള്ളതായിട്ടുള്ള അറിവ് എനിക്ക് നൽകണം. അത് ഏത് രൂപം? ദ്വൈതപരം. ദ്വൈത അദ്വൈത ഭവൽ സ്വരൂപ പരം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ദ്വൈത രൂപമാണ് ഈ വിശ്വരൂപം. അദ്വൈതപരം എന്ന് പറഞ്ഞാലോ, അദ്വൈതമായിരിക്കുന്ന ഭവൽ സ്വരൂപം എന്ന് പറഞ്ഞാലോ, ഇതിൻ്റെയൊക്കെ ആധാരമായിരിക്കുന്ന ഏക വസ്തു. ഏതാണ് ആ ഏക വസ്തു?
ഏകമേവാദ്വിതീയം ബ്രഹ്മ. ഈ ദ്വൈതങ്ങളെല്ലാം ഉണ്ടാവുന്നതിന് മുമ്പേ ഏതൊരു വസ്തു ഉണ്ടായിരുന്നുവോ, ആ സദ്വസ്തു, ആ ചൈതന്യം, ആ ബ്രഹ്മം, ആ പാരമാർത്ഥിക വസ്തു അല്ലേ, സ്വർണത്തെ കുറിച്ചിട്ടുള്ള അറിവും ആഭരണത്തെ കുറിച്ചിട്ടുള്ള അറിവും എനിക്ക് നൽകണേ. മനസ്സിലായോ? ആഭരണങ്ങൾ ദ്വൈതപരം, സ്വർണം അദ്വൈതപരം. നമ്മുടെ ഇന്നലെ നമ്മുടെ CD വാങ്ങിച്ച ആൾ ഇവിടെ ഉണ്ട്. നമ്മുടെ CD ഏറ്റുവാങ്ങിയ ആള് ഉദ്ഘാടനത്തിൽ CD പ്രകാശിപ്പിച്ചപ്പോൾ ശ്രീ സ്വാമിനാഥൻജി, പാലക്കാട് ഗംഗാ ജ്വല്ലറിയുടെ ഉടമസ്ഥനാണ്. നമ്മുടെ വളരെ കാലമായിട്ടുള്ള എന്താ പറയുക സുഹൃത്തും എല്ലാമാണ്. പാലക്കാട് ഇങ്ങനെ ഒരു മഹാത്മാവുണ്ട്. ഒരു കച്ചവടക്കാരനാണെങ്കിലും എല്ലാ നന്മകളും നിറഞ്ഞിരിക്കുന്ന ആൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജ്വല്ലറിയിൽ നിങ്ങൾക്ക് എപ്പോൾ പോയാലും ലളിതാ സഹസ്രനാമം കേട്ടോണ്ടേയിരിക്കുക ഫുൾ ടൈം. അദ്ദേഹം ഷട്ടർ തുറക്കുമ്പോൾ ഓൺ ചെയ്യും, ഷട്ടർ അടയ്ക്കുമ്പോഴേ ഇത് ഓഫ് ചെയ്യുള്ളൂ. ഫുൾ ടൈം ലളിതാ സഹസ്രനാമം കേൾക്കുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് ലളിതാ സഹസ്രനാമത്തിൻ്റെ CD കൊടുക്കാൻ. ഇവിടെ ഉണ്ട് S സ്വാമിനാഥൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് മുമ്പേ ഞാൻ കണ്ടു. അപ്പോൾ അദ്ദേഹത്തിന് കേൾക്കാൻ പറയുന്നത് സ്വർണവും ആഭരണവും രണ്ടും എന്താണ്, രണ്ടിനെ കുറിച്ചുള്ള അറിവും വേണം. ആഭരണത്തിൻ്റെ വൈവിധ്യങ്ങളെ കുറിച്ചിട്ടുള്ള അറിവും വേണം. അതിനൊക്കെ ആധാരമായിരിക്കുന്ന സ്വർണം അതൊന്നാണ്, ഏകമായ സ്വർണം. ആ സ്വർണത്തിൻ്റെ തൂക്കമാണ് വൈകുന്നേരം നോക്കുക അല്ലേ. സ്റ്റോക്ക് ചെക്ക് ചെയ്യുന്നത് ആദ്യം സ്വർണത്തിനെ ഒക്കെ കൂടിയിട്ട് വാരിയിട്ട് തട്ടിലിട്ട് നോക്കും. രാവിലത്തെ സ്റ്റോക്കും വൈകുന്നേരത്തെ സ്റ്റോക്കും ഡിഫറൻസും, ആ ഡിഫറൻസാണ് സെയിൽ അന്നത്തെ. അത് ടാലി ആവണം. അതല്ലെങ്കിൽ പിന്നെ ദ്വൈതപരമായിട്ടുള്ള നോട്ടം തുടങ്ങി. ഓരോന്നും വിഭജിച്ച് എണ്ണം ശരിയാണോ, എവിടെയാ പോയത്, എന്താ മിസ്റ്റേക്ക്. ദ്വൈതപരമായിട്ടുള്ള ജ്ഞാനം, സ്വർണത്തെക്കുറിച്ച് ആഭരണത്തെക്കുറിച്ചിട്ടുള്ള ജ്ഞാനം എന്നതുപോലെ ഇവിടെ ഈ പ്രപഞ്ചത്തെക്കുറിച്ചിട്ടുള്ള അറിവ്, ഈ വിശ്വം ഭഗവാന്റെ രൂപമാണെന്നുള്ള അറിവ്, അത് ദ്വൈതപരം ജ്ഞാനം. വിശ്വരൂപത്തെക്കുറിച്ചിട്ടുള്ള ജ്ഞാനം, അതിനും അതീതമായിരിക്കുന്ന ബ്രഹ്മസ്വരൂപത്തെക്കുറിച്ചിട്ടുള്ള ജ്ഞാനം, അതാണ് അദ്വൈതപരമായിട്ടുള്ള ജ്ഞാനം. ഈ വിശ്വം ഭഗവാന്റെ ചെറിയൊരു അംശം മാത്രമാണ്. പാദോസ്യ വിശ്വാഭൂതാനി ത്രിപാദസ്യ അമൃതം ദിവി. ഈ വിശ്വത്തെ മുഴുവൻ കണ്ടതുകൊണ്ടായില്ല, ഈ വിശ്വത്തെ മുഴുവൻ ഈശ്വരനായി കണ്ടതുകൊണ്ടായില്ല. ഈ വിശ്വം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ചെറിയൊരു അംശം മാത്രമാണ്. വിഷ്ടഭ്യാഹമിതം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്. എന്റെ ഏകാംശം കൊണ്ട് ഞാൻ വ്യാപിച്ചാണ് ഈ ജഗത്തിനെ നിലനിർത്തുന്നത്. എന്റെ ഒരു അംശം, ചെറിയൊരു അംശമേ ഉള്ളൂ ഈ ജഗത്ത്. പാദോസ്യ വിശ്വാഭൂതാനി. അതുകൊണ്ടാണ് ഭഗവാൻ ത്രിവിക്രമനായി വന്ന് 2 പാദങ്ങളെ കൊണ്ട് 14 ലോകങ്ങളും അളന്ന്, ഇനി 3ാമത്തെ പാദം എവിടെ, പിന്നെ 4ാമത്തെ പാദത്തിന്റെ കാര്യം പറയാനുണ്ടോ, അപ്പൊ 3ാമത്തെ പാദത്തിന് തന്നെ സ്ഥലമില്ല എന്ന് പറഞ്ഞ ആ ഭാവം എന്ന് വെച്ചാൽ ഭഗവാന്റെ ചെറിയൊരു അംശം മാത്രമാണ് ഈ പ്രപഞ്ചം. ഭഗവാന്റെ റിയാലിറ്റി, ദ അബ്സല്യൂട്ട് റിയാലിറ്റി, അത് നമുക്ക് ഊഹിക്കാനാവുന്നതല്ല. അത് നമ്മൾ ഈ വിശ്വത്തിൻ്റെ എത്രയോ ഇരട്ടി അനന്തമായിരിക്കുന്നു. അപ്പോൾ അതാണ് അദ്വൈതപരമായിട്ടുള്ള പാരമാർത്ഥികമായിട്ടുള്ള ഭഗവാന്റെ ജ്ഞാനം. മറ്റത് വിശ്വത്തെക്കുറിച്ചിട്ടുള്ള ജ്ഞാനം വ്യാവഹാരികമായി നമ്മൾ നാനാ നാമരൂപങ്ങളെ കൊണ്ട് വ്യവഹരിക്കുന്ന ഈ ലോകം. ഈശാവാസ്യമിതം സർവം പുരുഷയേവ ഇദഗം സർവം സർവം ഖൽവിതം ബ്രഹ്മ എന്നുള്ളതായിട്ടുള്ള ആ ബോധം, അതിൽ നിന്ന് അപ്പുറത്തേക്ക് കടക്കണം. ഈ കാണുന്നതെല്ലാം ഈശ്വര രൂപം തന്നെയാണെങ്കിലും ഇതിനപ്പുറത്തേക്കും വ്യാപിച്ചിരിക്കുന്ന ഈശ്വരനെ കാണണം. അതാണ് ഇവിടെ ദ്വൈതാദ്വൈത ഭവൽ സ്വരൂപ പരം ജ്ഞാനം. ഈ ജ്ഞാനം എനിക്ക് നൽകണം. തദാബാദയ, അതെനിക്ക് നൽകിയാലും ഇത്യാചഷ്ട തം ത്വാം ഭജേ. ഇപ്രകാരം ആ ബ്രഹ്മദേവൻ അങ്ങയെ നോക്കി പറഞ്ഞില്ലേ, ആ അങ്ങയെ ഞാനും ഭജിക്കുന്നു. എനിക്കും ആ ജ്ഞാനം നൽകി അനുഗ്രഹിച്ചാൽ. നമുക്കൊക്കെ വേണ്ടത് ഈ ജ്ഞാനമാണ്. ഈ കാണുന്ന വിശ്വം ഭഗവാന്റെ മാനിഫെസ്റ്റേഷനാണ്. എന്നാൽ ഭഗവാൻ വിശ്വത്തിന് അതീതനുമാണ്.
ഈ വിശ്വമില്ലാതായാലും ഭഗവാൻ ഇല്ലാതെയാവുന്നില്ല. ഈ വിശ്വത്തോളമല്ല ഭഗവാന്റെ അളവ്. ഈ വിശ്വത്തിന്റെ ദോഷങ്ങളൊന്നും ഭഗവാനെ ബാധിക്കുന്നില്ല. നിങ്ങൾ സമുദ്രത്തിൽ കാണുന്ന തരംഗങ്ങളല്ല സമുദ്രം. ആണോ? തരംഗങ്ങളാണോ സമുദ്രം? തരംഗങ്ങൾ സമുദ്രത്തിന്റെ അംശം, ഭാഗം മാത്രമാണ്. സമുദ്രം എവിടെ കിടക്കണു? തരംഗം എവിടെ കിടക്കണു? തരംഗത്തിന് സമുദ്രത്തിൽ നിന്ന് വേറിട്ട് നിലനിൽപ്പില്ല. സമുദ്രത്തിന് സ്വതന്ത്രമായിട്ടുള്ള നിലനിൽപ്പുണ്ട്. തരംഗമില്ലെങ്കിലും സമുദ്രമുണ്ട്. കാറ്റില്ലാത്തപ്പോൾ സമുദ്രം ശാന്തമായിരിക്കുമ്പോൾ തരംഗങ്ങളില്ല. തരംഗങ്ങൾ ഉണ്ടാവാം, ഇല്ലാതെയാവാം. സമുദ്രത്തിന് യാതൊരു ഹാനിയുമില്ല. അതുപോലെ ഈ വിശ്വമാകുന്ന തരംഗങ്ങൾ, നാനാ തരംഗങ്ങൾ ഉത്ഭവിക്കാം, ലയിക്കാം. പക്ഷെ ഭഗവാന്റെ സ്വരൂപത്തിന് അദ്വൈതപരമായിട്ടുള്ള ഈ സമുദ്രമാണ് ഈ തരംഗത്തെ നിലനിർത്തുന്നത്. സമുദ്രത്തെ ആശ്രയിച്ചാണ് തരംഗത്തിന്റെ നിലനിൽപ്പ്. സമുദ്രമില്ലെങ്കിൽ തരംഗമില്ല, തരംഗമില്ലെങ്കിൽ സമുദ്രമുണ്ട്. വിശ്വമില്ലെങ്കിലും വിശ്വനാഥന് കുഴപ്പമൊന്നുമില്ല. പേര് വേണമെങ്കിൽ നിങ്ങൾ മാറ്റിക്കോളൂ, വിശ്വനാഥൻ എന്ന് വിളിക്കണ്ട. വിശ്വം ഉള്ളപ്പോഴേ വിശ്വനാഥനാവുള്ളൂ അദ്ദേഹം, അല്ലെ? വിശ്വനാഥൻ മൈനസ് വിശ്വം, അദ്ദേഹം നാഥനായിട്ട് അവിടെ ഇരിപ്പുണ്ട്. വിശ്വമില്ല എന്നേ ഉള്ളൂ. വിശ്വം അദ്ദേഹത്തിലേക്ക് ലയിച്ചു. വിശ്വം ഉള്ളത് കൊണ്ട് വിശ്വത്തിന്റെ നാഥൻ എന്ന് വിളിച്ചു. നാഥനില്ല, അല്ലെ? വിശ്വമില്ലാതായാലും നാഥനില്ലാതെയാവുന്നില്ല. ആ നാഥനെയാണ് ഇവിടെ അദ്വൈതപരമായിട്ടുള്ള ജ്ഞാനം എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ജ്ഞാനം എനിക്ക് നൽകിയാലും എന്ന് ബ്രഹ്മദേവൻ പറഞ്ഞു. അപ്പോൾ ഞാൻ സൃഷ്ടി ചെയ്യുമ്പോഴും നാനാത്വത്തെ സൃഷ്ടിക്കുമ്പോഴും ഇതിൻ്റെ സ്രോതസ്സായിരിക്കുന്ന, കാരണഭൂതനായിരിക്കുന്ന, എല്ലാറ്റിനും ആധാരഭൂതനായിരിക്കുന്ന അങ്ങയെ ഞാൻ മറക്കാൻ ഇടവരരുത് എന്ന് താല്പര്യം. നമ്മൾ ഈ ലോകത്തിൽ എന്തെല്ലാം വ്യവഹാരങ്ങൾ ചെയ്യുമ്പോഴും വ്യവഹാരങ്ങളൊക്കെ നടക്കട്ടെ, പക്ഷെ ഉള്ളിൽ ഒരു ബോധം ഉണ്ടാവണം. ഈ വ്യവഹാരങ്ങളാകുന്ന നാടകം ഏത് രംഗത്താണ് നടക്കുന്നത്, ആ രംഗത്തെ നമ്മൾ മറക്കരുത്. ആ ഭഗവാന്റെ, അല്ലേ, മാറത്താണ് നമ്മുടെ കളികളൊക്കെ എന്ന് പറയാം. ഭഗവാൻ നമ്മുടെ കളികൾക്കായിട്ട് അദ്ദേഹം കിടന്നു തന്നിരിക്കുക, ഇവിടെ കളിച്ചോളൂ എന്ന് പറഞ്ഞിട്ട്. ഈ ലോകം മുഴുവൻ ഭഗവാന്റെ ചെറിയ അംശം ഭഗവാനെ ആശ്രയിച്ച് നിൽക്കുന്നു. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ആ ഭഗവാനെ മറക്കാതിരിക്കുക, ആധാരത്തെ മറക്കാതിരിക്കുക. സത്യം പരം ധീമഹി, സത്യം പരം ധീമഹി ഭാഗവതം. അത് തന്നെയാണ് ചതുശ്ലോകി ഭാഗവതത്തിലൂടെ ഭഗവാൻ ബ്രഹ്മദേവന് കൊടുത്തതും, അല്ലേ? അഹമേവാസമേവാഗ്രേ നാന്യത് സദസത്പരം പശ്ചാദഹം യഥേതച്ച യോവശിഷ്യേതസോസ്മ്യഹം. മുമ്പും ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എല്ലാം ഇല്ലാതെയായാലും ഞാൻ മാത്രമേ ശേഷിക്കുള്ളൂ. ഈ മധ്യത്തിൽ കാണുന്നതെല്ലാം ഞാൻ തന്നെയാണ്. ഈ അറിവ് അങ്ങ് ഉള്ളിൽ ഉറപ്പിച്ചോളൂ. ഇത് മറക്കാതെ അങ്ങയുടെ പ്രവൃത്തി ചെയ്തോളൂ. എങ്കിൽ അങ്ങ് കൽപ്പവികൽപ്പേഷു ന മുഹ്യതി കുത്രചിത്. കൽപ്പവികൽപ്പങ്ങളിൽ അങ്ങ് മോഹിക്കുകയില്ല. സൃഷ്ടിയും പ്രളയവും അങ്ങേ ബാധിക്കില്ല. സൃഷ്ടിയുണ്ടാവട്ടെ, പ്രളയമുണ്ടാവട്ടെ, സൃഷ്ടിയിൽ വൈവിധ്യങ്ങൾ ഉണ്ടാകട്ടെ, എല്ലാം ഒരേ വസ്തു തന്നെയാണെന്നുള്ള ബോധം എപ്പോഴും നിലനിർത്തിയാൽ അങ്ങേക്ക് പരിഭ്രമമുണ്ടാവില്ല. മറക്കാതെ നോക്കണേ, മറക്കാതെ നോക്കണേ, മറക്കാതെ നോക്കണേ ഭഗവാൻ പറഞ്ഞു. പക്ഷേ ബ്രഹ്മദേവൻ ഇടയ്ക്കിടയ്ക്ക് മറക്കും, അല്ലേ? നമ്മൾ നമ്മുടെ ഏതെങ്കിലും ജോലിക്കാരെ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ എവിടേക്കെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് പറഞ്ഞു വിടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കും, മറക്കണ്ടാട്ടോ, മറക്കണ്ടാട്ടോ, ഇന്നത് മറക്കണ്ടാട്ടോ, അത് മറക്കണ്ടാട്ടോ. പൈസയും കൊടുത്ത് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാൻ കൊടുക്കുമ്പോൾ ലിസ്റ്റൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ പേരുകൾ എണ്ണി എണ്ണി പറഞ്ഞു കൊടുക്കും. ഇത്ര ഐറ്റം, 6 ഐറ്റം, 5 ഐറ്റം, പേരുകൾ മറക്കണ്ടാട്ടോ എന്ന് പറയും പോലെ തൻ്റെ കാര്യസ്ഥനായിട്ടുള്ള ബ്രഹ്മദേവനോട് ഭഗവാൻ ഏൽപ്പിച്ചു, മറക്കരുത് കേട്ടോ, എന്നെ മറക്കരുത് കേട്ടോ, ഞാനാണ് കേട്ടോ എല്ലാം തന്നിരിക്കുന്നത്,
ഞാൻ തന്നെയാണ് കേട്ടോ എല്ലാമായി തീർന്നിരിക്കുന്നത്. ആ എന്നെ മറന്നിട്ടുള്ള കളി വേണ്ട കേട്ടോ. ഞാൻ തന്നെയാണ് കേട്ടോ ഒറിജിനൽ സൃഷ്ടികർത്താവ്. അങ്ങ് വെറും മാനേജറാണ് കേട്ടോ. അങ്ങ് എൻ്റെ ബിനാമി മാത്രമാണ് കേട്ടോ, മറക്കണ്ട കേട്ടോ എന്ന് ഭഗവാൻ പല പ്രാവശ്യം പറഞ്ഞു. പക്ഷെ ബ്രഹ്മദേവന് ഇടയ്ക്കിടയ്ക്ക് മറക്കും. അതാണ് സനകാദികളുണ്ടായപ്പോൾ മറന്നു. അങ്ങനെ കോപമുണ്ടായി. അപ്പോൾ നെറ്റിയിൽ നിന്ന് കോപം രൂപം പൂണ്ട് രുദ്രനായി. അല്ലേ? ഇങ്ങനെ പല പ്രാവശ്യം ബ്രഹ്മദേവന് വിസ്മൃതി ഉണ്ടാവുന്നത് കാണാം. അപ്പോൾ ഭഗവാൻ പല പ്രാവശ്യം ഓർമ്മിപ്പിച്ചു കിങ്കരനായിട്ടുള്ള ബ്രഹ്മദേവനോട്, മറക്കരുത് മറക്കരുത് എന്ന്. ഏത്? അദ്വൈതപരമായിട്ടുള്ള എൻ്റെ രൂപത്തെക്കുറിച്ചിട്ടുള്ള ജ്ഞാനം. ഈ ദ്വൈതപരത്തിൽ ഭ്രമിച്ച് അദ്വൈതപരമായിട്ടുള്ള രൂപത്തെ മറക്കരുത് കേട്ടോ എന്ന്. എന്നാലും മറക്കും. അപ്പം നമുക്കും ഇത് ഉറപ്പിക്കണം. ഈ ദ്വൈതത്തിലൊക്കെ നമ്മൾ കളിക്കുമ്പോഴും ഉള്ളിലൊരു അദ്വൈതത്തിൻ്റെ മുഴക്കം, ഒരു ശ്രുതി അതിങ്ങനെ മുഴങ്ങട്ടെ. അല്ലേ? സംഗീതജ്ഞന്മാർ ഇവിടെ ഉണ്ട്. സംഗീതജ്ഞന്മാർ നമുക്ക് പരിചയമുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്, എനിക്കറിയാം. അപ്പോൾ അവർ ഏത് ബേസിലാണ് അവർ രാഗവിസ്താരങ്ങളൊക്കെ നടത്തുക? ഒരു ശ്രുതിയുണ്ട് അവർക്ക്, ബേസിക് ആയിട്ടുള്ള ഒരു ശ്രുതി. ആ ശ്രുതി മാറില്ല. ശ്രുതി പെർമനൻ്റ് ആണ്. ആ ഗാനത്തിൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെയും ഒരേ ശ്രുതിയാണ്. പക്ഷേ അവിടെ രാഗവിസ്താരങ്ങൾ മനോധർമ്മം അനുസരിച്ച് സംഗതികളൊക്കെ അവതരിപ്പിക്കുമ്പോഴും ഏത് വിട്ടുപോകരുത്? ഈ ശ്രുതിയിൽ നിന്ന് വിട്ടുപോകരുത്. ആ ശ്രുതി മാറിപ്പോകരുത്. അല്ലേ? ആ ശ്രുതിയെ അതിക്രമിക്കരുത് എന്നൊരു നിയമമുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒരു ശ്രുതി വേണം നമുക്ക്. ഏത് ശ്രുതി? ഈ വേദങ്ങൾ തന്നെയാണ് ശ്രുതി. ഈ അറിവ് തന്നെയാണ് ശ്രുതി. ഈ അറിവ് എന്താണ്? അദ്വൈതപരമായിരിക്കുന്ന ഭഗവാന്റെ പാരമാർത്ഥിക ഭാവത്തെ, എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്നതായിട്ടുള്ള ഭഗവാനെ മറക്കാതെ നമ്മുടെ വ്യാവഹാരിക പ്രവൃത്തികളൊക്കെ ചെയ്യുക. അതാണ് ഗീതയിലും ഭഗവാൻ പറഞ്ഞത് 18-ാം അധ്യായത്തിൽ 46-ാം ശ്ലോകത്തിൽ. സ്വകർമ്മണാതമഭ്യർച്ച്യ, എങ്ങനെ? യതഃ പ്രവൃത്തിർഭൂതാനാം യേന സർവമിദം തതം സ്വകർമ്മണാതമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ. യതഃ പ്രവൃത്തിർഭൂതാനാം, എവിടെ നിന്നാണ് ഈ ഭൂതങ്ങളൊക്കെ ഉൽപ്പന്നമായി വരുന്നത്? യേന സർവമിദം തതം, യാതൊന്നിനാലാണ് ഇതെല്ലാം വ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് മറക്കരുത് അർജുന. എവിടുന്നാണ് എല്ലാം ഉണ്ടായത്? ഏതൊന്നിനാലാണ് എല്ലാം സസ്റ്റെയിൻ ചെയ്യപ്പെടുന്നത്? ഈ രണ്ട് കാര്യങ്ങൾ മറക്കാതെ. സ്വകർമ്മണാതമഭ്യർച്ച്യ, സ്വന്തം കർമ്മങ്ങളെ കൊണ്ട്, സ്വന്തം ധർമ്മങ്ങളെ കൊണ്ട്, സ്വന്തം കർത്തവ്യകർമ്മങ്ങളെ കൊണ്ട്, തം അഭ്യർച്ച്യ, ആ പരമേശ്വരനെ, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നാഥനെ അർച്ചിച്ചുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ തന്നെ അവനുള്ള ആരാധനയായി മാറട്ടെ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. എല്ലാം ആ പരസ്മൈ നാരായണായ, ആ പരനായിരിക്കുന്ന നാരായണനായിക്കൊണ്ട് ഭവിക്കട്ടെ, അദ്ദേഹം പ്രസാദിക്കട്ടെ എന്നുള്ള ഭാവത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ, ഈ ദ്വൈതത്തിലുള്ള നമ്മുടെ വ്യവഹാരങ്ങളെല്ലാം അദ്വൈതത്തെ മറക്കാതെ ആവട്ടെ. അതിമനോഹരമായിട്ടുള്ള ആശയമാണിത്. ബ്രഹ്മദേവന് ഭഗവാൻ കൊടുത്ത ഉപദേശം. അത് അടുത്ത ശ്ലോകത്തിലും കൂടി വരുന്നുണ്ട്. ഈ ശ്ലോകം ഒരിക്കൽ കൂടെ വായിച്ചിട്ട് അടുത്തതിലേക്ക് പോവാം. ദൃഷ്ട്വാ സംവൃത സംഭ്രമഃ കമലഭൂഃ ത്വൽപാദപാദോരുഹേ ഹർഷാവേശവശം വദോ നിപതിതഃ പ്രീത്യാ കൃതാർത്തി ഭവൻ ജാനാസ്യേവ മനീഷിതം മമ വിഭോ ജ്ഞാനം തദാ ബാധയ ദ്വൈതാദ്വൈത ഭവൽ സ്വരൂപ പരമിതി ആചഷ്ടതം ത്വാം ഭജേ. ജാനാസ്യേവ മനീഷിതം മമ വിഭോ ജ്ഞാനം തദാ ബാധയ ദ്വൈതാദ്വൈത ഭവൽ സ്വരൂപ പരമിത്യാചഷ്ട തം ത്വാം ഭജേ.
ആ ഭഗവാൻ അനുഗ്രഹിക്കുന്ന കഥയാണ് അടുത്ത ശ്ലോകം. ആതാമ്രേ ചരണേ വിനമ്രമദതം ഹസ്തേന ഹസ്തേ സ്പൃശന് ബോധസ്തേ ഭവിത ന സർഗവിധിബിർബന്ധോഭി സഞ്ജായതേ ഇത്യാഭാഷ്യ ഗിരം പ്രതോഷ്യ നിതരാം തച്ചിത്തഗൂഢസ്വയം സൃഷ്ടൗ തം സമുദൈരയ സ ഭഗവൻ ഉല്ലാസയോല്ലാഗദാം. ആതാമ്രേ ചരണേ വിനമ്രമദതം ഹസ്തേന ഹസ്തേ സ്പൃശന് ബോധസ്തേ ഭവിത ന സർഗവിധിബിർബന്ധോഭി സഞ്ജായതേ ഇത്യാഭാഷ്യ ഗിരം പ്രതോഷ്യ നിതരാം തച്ചിത്തഗൂഢസ്വയം സൃഷ്ടൗ തം സമുദൈരയ സ ഭഗവൻ ഉല്ലാസയോല്ലാഗദാം. സൃഷ്ടൗ തം സമുദൈരയ സ ഭഗവൻ ഉല്ലാസയോല്ലാഗദാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അപ്പോ തൻ്റെ പാദങ്ങളിൽ വീണുകിടക്കുന്നതായിട്ടുള്ള ബ്രഹ്മദേവനെ ഭഗവാൻ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ച് കൈകളിൽ പിടിച്ച് തലോടിക്കൊണ്ട് എന്നാ പറയണത്. അനുഗ്രഹിച്ച വരമാണ്. ആതാമ്രേ ചരണം വിനമ്രം. ആതാമ്രേ, ആതാമ്രം എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ ചുവന്നത്. താമ്രം, താമ്രവർണം, ചെമ്പിന്റെ വർണ്ണം. ഇവിടെ താമരയുടെ വർണ്ണം തന്നെ, ചുവന്ന വർണ്ണം, ചെന്താമര പോലെയുള്ളതായിട്ടുള്ള ആ താമ്രം. ആസമന്താത് താമ്രം, നല്ലതുപോലെ ചുവന്നതായിട്ടുള്ള. ചരണേ വിനമ്രം, തൻ്റെ ചരണത്തിൽ വിശേഷേണ നമ്രനായി കിടക്കുന്നവനെ, നമിച്ചു കിടക്കുന്നവനായ ബ്രഹ്മദേവനെ. അത് തം 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 ബ്രഹ്മദേവം. അത് അനന്തരം ഹസ്തേന ഹസ്തേ സ്പൃശന്, ഭഗവാന്റെ ഹസ്തേന, ബ്രഹ്മദേവന്റെ ഹസ്തേ സ്പൃശന്, ഭഗവാന്റെ കൈകളെ കൊണ്ട് ബ്രഹ്മദേവന്റെ കൈകളെ സ്പർശിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട്. ഹസ്തേന ഹസ്തേ സ്പൃശന്. അപ്പോ ആ കൈകൾ സ്പർശിച്ചതോടുകൂടി തന്നെ ഭഗവാന്റെ ശക്തിയെ അങ്ങോട്ട് പകർന്നു കൊടുക്കുകയാണ് ബ്രഹ്മദേവന്. സൃഷ്ടിക്കുവാനുള്ളതായിട്ടുള്ള ശക്തി, അതിനുള്ള അറിവ് എല്ലാം പകർന്നു കൊടുക്കുകയാണ് ആ ഒരു കൈ കൊടുത്തുകൊണ്ട്. ഹസ്തേന ഹസ്തേ സ്പൃശന്. പിന്നെ ഭഗവാൻ പറയുന്ന വാക്കുകളാണ് ബോധസ്തേ ഭവിത, തേ ബോധ ഭവിത, അങ്ങേക്ക് ബോധമുണ്ടാവട്ടെ. അങ്ങ് ആഗ്രഹിച്ച ജ്ഞാനം, ദ്വൈതാദ്വൈതപരം ജ്ഞാനം എന്ന് പറഞ്ഞില്ലേ, ആ ബോധം, ആ ജ്ഞാനം, തേ ഭവിത, മേ യു ഹാവ് ഇറ്റ്, അങ്ങേക്ക് ഭവിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു. ബോധസ്തേ ഭവിത ന സർഗവിധിഭിഹി ബന്ധോഭി സഞ്ജായതേ. ഈ ബോധം അങ്ങേക്ക് എപ്പോഴും നിലനിർത്തിയാൽ സർഗവിധിഭിഹി ബന്ധഃ അപി ന സഞ്ജായതേ. സർഗവിധികളെ കൊണ്ട്, സർഗവിധി സർഗപ്രക്രിയ, സൃഷ്ടിപ്രക്രിയ, ഈ സൃഷ്ടിപ്രക്രിയ ചെയ്യുമ്പോൾ അങ്ങേക്ക് അതിൻ്റെതായിട്ടുള്ള യാതൊരു മമതാബന്ധങ്ങളും യാതൊരു അഹങ്കാരവും അഭിമാനവും ബന്ധഃ അപി ന സഞ്ജായതേ, അങ്ങേക്ക് സഞ്ജാതമാവുകയില്ല. ഈ ബോധമുണ്ടെങ്കിൽ, ഏതാ ബോധം? അദ്വൈതപരമായ എന്നെക്കുറിച്ചിട്ടുള്ള ബോധം. ഈ ദ്വൈതപരമായിരിക്കുന്നത് ഞാൻ തന്നെയാണെന്നുള്ള ബോധം. ഇങ്ങനെ ഈ ബോധം അങ്ങേക്ക് എപ്പോഴും നിലനിൽക്കുകയാണെങ്കിൽ അങ്ങേക്ക് അഹങ്കാരം, അഭിമാനം, മമത ഇതൊന്നും ഉണ്ടാവില്ല. ഇതുണ്ടായാലാണ് കുഴപ്പം. എല്ലാ പ്രശ്നങ്ങളും ആരംഭിക്കുന്നത്, സംസാര ദുരിതങ്ങളുടെയൊക്കെ ആരംഭം അഹങ്കാരം, അഭിമാനം, മമതകളിൽ നിന്നാണ്. ഞാനെന്നും എൻ്റേതെന്നുള്ളതായിട്ടുള്ള ഭാവത്തിൽ നിന്നാണ്. ഞാൻ എന്തോ ഒരു മഹാസംഭവമാണ് എന്നുള്ള തോന്നലിൽ നിന്നാണ്. ഞാനൊരു സംഭവമായിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഓർക്കുക എപ്പോഴും. ഞാൻ സംഭവമായിരിക്കുന്നത് എൻ്റെ ഉള്ളിൽ ഈ ഭഗവാന്റെ അനുഗ്രഹ വർഷം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. ഈ ഭഗവാൻ എൻ്റെ ഉള്ളിലുള്ളതാണ് എന്നെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പ്രവർത്തിപ്പിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ രംഗത്ത് പ്രവർത്തിക്കുന്നത്, നമ്മൾ ഓരോ രംഗത്തും ശോഭിക്കുന്നത്
നമ്മുടെ കഴിവുകളെല്ലാം തന്നെ ആരുടെ അനുഗ്രഹമാണ്, ആരുടെ സാന്നിധ്യമാണ്? അത് അറിഞ്ഞുകൊണ്ട് നമ്മുടെ ശിരസ് എപ്പോഴും ആ ഈശ്വര ശക്തിയുടെ പാദങ്ങളിൽ നമിച്ചുകൊണ്ട് വിനയാന്വിതരായിക്കൊണ്ട് എല്ലാം ഭഗവാന്റെ ലീലയാണ്, ഭഗവാന്റെ ഇഷ്ടമാണ് ഇവിടെ നടക്കുന്നത്, ഭഗവാൻ അറിയാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല, ഭഗവാന്റെ ഇച്ഛ മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ, ഭഗവാന്റെ ഇച്ഛ കൂടാതെ ഇവിടെ ഒരു പുൽക്കൊടി പോലും അനങ്ങുന്നില്ല. ഈ ബോധത്തോടുകൂടി നമ്മൾ ഏത് കർമ്മം ചെയ്താലും ആ കർമ്മങ്ങൾ നമ്മളെ ബന്ധിക്കുന്നില്ല, ബാധിക്കുന്നില്ല, അതിൽ കർത്തൃത്വ ബുദ്ധി നമുക്കുണ്ടാവുന്നില്ല. അപ്പൊ അതിൻ്റെ ഭോഗങ്ങൾ ഞാൻ തന്നെ അനുഭവിക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധിയും എനിക്കില്ല. ഞാൻ ചെയ്തതിൻ്റെയൊക്കെ ഫലം എനിക്ക് തന്നെ കിട്ടണമെന്നുള്ള ബോധമില്ല. ഭഗവാൻ എന്നെ കൊണ്ട് എന്തൊക്കെയോ ചെയ്യിക്കുന്നു, ഇതിൻ്റെ ഫലം ഭഗവാൻ ആർക്കാ കൊടുക്കണമെന്ന് വെച്ചാൽ തീരുമാനിച്ചു കൊടുത്തോട്ടെ, എനിക്കും ഭഗവാൻ അർഹതയുള്ളത് തരും, എനിക്ക് ആവശ്യമുള്ളത് മതി, ആവശ്യമില്ലാത്തതൊക്കെ ഞാനെന്തിന് കൊതിക്കണം? ഇങ്ങനെ ഓരോ രംഗത്തും പ്രവർത്തിക്കുന്നവര് ഈ ഭഗവാന്റെ ബ്രഹ്മദേവന് കൊടുത്ത അനുഗ്രഹം നമുക്കൊക്കെ ബാധകമാണ്. കാരണം ബ്രഹ്മദേവനിൽ പെട്ടവരാണ് നമ്മളൊക്കെ. ബ്രഹ്മദേവന്റെ അംശങ്ങളാണ് ഓരോ ജീവന്മാരും. നമ്മുടെയൊക്കെ സമഷ്ടി സ്വരൂപനാണ് ബ്രഹ്മദേവൻ. നമുക്കൊക്കെ വേണ്ടിയിട്ടാണ് ബ്രഹ്മദേവൻ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചത്. അപ്പൊ നമ്മുടെയൊക്കെ ടോട്ടലാണ് ബ്രഹ്മദേവനെങ്കിൽ നമ്മളിലും അതിൻ്റെതായിട്ടുള്ള അനുഗ്രഹത്തിന്റെ അംശമുണ്ട്. അത് ഓർമ്മിക്കുക. അപ്പൊ ബോധസ്തേ ഭവിത, അങ്ങേക്ക് തേ ബോധ ഭവിത, അങ്ങേക്ക് ആ ബോധം ഭവിക്കട്ടെ, അറിവുണ്ടാവട്ടെ, ജ്ഞാനമുണ്ടാകട്ടെ. ന സർഗവിധിഭി ബന്ധോഭി സഞ്ജായതേ, അങ്ങേക്ക് സർഗപ്രക്രിയകളെ കൊണ്ട് ബന്ധമുണ്ടാവാതിരിക്കട്ടെ, അങ്ങ് സംസാരിയാവാതിരിക്കട്ടെ, അങ്ങ് ഈ സംസാരത്തിൽ പെടാതെ ഇതിൻ്റെ ഉപരിയായി വർത്തിക്കട്ടെ, സ്ഥിതപ്രജ്ഞനായിരിക്കട്ടെ, ജീവൻ മുക്തനായിരിക്കട്ടെ, ജ്ഞാനിയായിരിക്കട്ടെ, ഋഷിയായിരിക്കട്ടെ, കവിയായിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ബ്രഹ്മദേവനെ അനുഗ്രഹിച്ചു. ആ ബ്രഹ്മദേവൻ പോലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ മോഹിച്ചു പോകും. ജ്ഞാനിനാമഭിചേതാംസി ബലാദാകൃഷ്യ മോഹായ മഹാമായ പ്രയച്ഛതി. ഭഗവാന്റെ മായ ജ്ഞാനികളെ പോലും ആകർഷിച്ച് മോഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ ബ്രഹ്മദേവനും മോഹം ഉണ്ടാവും, നമുക്കും മോഹം ഉണ്ടാവാറുണ്ട്. പക്ഷെ റിക്കവർ ചെയ്യുക ഇടയ്ക്കിടയ്ക്ക്. മോഹം ഉണ്ടാവുമ്പോൾ മൂക്കും കുത്തി വീഴാതെ, വീണാലും വീണെടുത്ത് കിടക്കാതെ തിരിച്ചെഴുന്നേൽക്കുക, ആ ബോധത്തെ വീണ്ടും ഉണർത്തുക, ആ ബോധപൂർവം ജീവിക്കുക, പ്രവർത്തിക്കുക. ബോധസ്തേ ഭവിതാന സർഗവിധിഭിഃ ബന്ധോഭി സഞ്ജായതേ ഇത്യാഭാഷ്യ ഗിരം. ഇതി ഗിരം ആഭാഷ്യ, ഇങ്ങനെയുള്ള ഗിരം എന്ന് പറഞ്ഞാൽ വാക്കിനെ, ഗീഹി എന്ന വാക്കിന്റെ ശബ്ദം സംസ്കൃതത്തില് ഈകാരാന്ത സ്ത്രീലിംഗമാണ് ഗീഹി. അതിന്റെ ദ്വിതീയ ഗിരം, വാക്കിനെ. ആഭാഷ്യ, നന്നായി പറഞ്ഞിട്ട്, വ്യക്തമായി പറഞ്ഞിട്ട്, ഇപ്രകാരം വാക്കിനെ പറഞ്ഞിട്ട്, പ്രതോഷ്യ നിതരാം, ആ ബ്രഹ്മദേവനെ നിതരാം പ്രതോഷ്യ, നന്നായി സന്തോഷിപ്പിച്ചിട്ട്. ബ്രഹ്മദേവൻ എന്തെന്നില്ലാത്ത സന്തോഷമായി. അങ്ങനെ പ്രതോഷ്യ നിതരാം തച്ചിത്തഗൂഢസ്വയം, ഭഗവാൻ തന്നെ സ്വയം തച്ചിത്തഗൂഢ അഭവത്, ആ ബ്രഹ്മദേവന്റെ ചിത്തത്തിൽ ഗൂഢനായി വസിച്ചു. ഈ ജ്ഞാനത്തെ നിലനിർത്താനായിക്കൊണ്ട് വാസുദേവനായി, അന്തര്യാമിയായി ആ ബ്രഹ്മദേവന്റെ ഹൃദയത്തിൽ ഭഗവാൻ വസിച്ചു. എന്നിട്ടോ സൃഷ്ടൗ തം സമുദൈരയഃ, തം ബ്രഹ്മാണം സൃഷ്ടൗ സമുദൈരയഃ, ആ ബ്രഹ്മദേവനെ സൃഷ്ടിക്കായിക്കൊണ്ട് സമ്യക്കായി ഉദീരണം ചെയ്തു. ഉദീരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിച്ചു, പ്രചോദിപ്പിച്ചു, പിന്നാലെ നിന്ന് പ്രേരിപ്പിച്ചു. ആ അങ്ങയുടെ പണി നടക്കട്ടെ, അങ്ങ് എന്റെ പൂജ ചെയ്തോളൂ, അങ്ങയുടെ സൃഷ്ടികർമ്മമാണ് എനിക്ക് അങ്ങ് ചെയ്യുന്ന പൂജ,
അത് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ തന്നെ അന്തര്യാമിയായി വാസുദേവനായി ഉള്ളിലിരുന്നു കൊണ്ട് ആ ബ്രഹ്മദേവനെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. തച്ചിത്തഗൂഢ സ്വയം സൃഷ്ടൗ തം സമുദൈരയ. അങ്ങനെ അവനെ സമുദീരണം ചെയ്തതായിട്ടുള്ള സഭഗവൻ ആ ഗുരുവായൂരപ്പ, ആ വൈകുണ്ഠമൂർത്തി തന്നെയാണ് ഈ ഗുരുവായൂരപ്പനായി എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. എനിക്ക് അങ്ങയോടൊന്ന് പ്രാർത്ഥിക്കാനുണ്ട്. ഉല്ലാസയ, ഉല്ലാസയ എന്ന് പറഞ്ഞാൽ വർദ്ധിപ്പിച്ചു തരണേ, ഉല്ലസിപ്പിച്ചു തരണേ. എന്തിനെ? ഉല്ലാഘത. ഉല്ലാഘത എന്ന് പറഞ്ഞാൽ എൻ്റെ ആരോഗ്യത്തെ വർദ്ധിപ്പിച്ചു തരണേ എന്നർത്ഥം. എൻ്റെ ഉള്ളിലുള്ളതായിട്ടുള്ള എല്ലാ രോഗങ്ങളെയും മാറ്റി എൻ്റെ ആരോഗ്യത്തെ ഉല്ലസിപ്പിച്ചു തന്നാലും വർദ്ധിപ്പിച്ചു തന്നാലും. ഉല്ലാസയൊല്ലാഘതാം. അപ്പോ ഭഗവാനെ, വൈകുണ്ഠമൂർത്തിയെ, ഗുരുവായൂരപ്പനെ കണ്ടുകൊണ്ട് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചു. ഭഗവാനെ, ആ ബ്രഹ്മദേവനെ അനുഗ്രഹിച്ച അങ്ങ് എന്നെയും ഈ രോഗത്തിൽ നിന്ന് മുക്തനാക്കി ഈ ബ്രഹ്മദേവന് കിട്ടിയ ജ്ഞാനം എപ്പോഴും എനിക്കും പ്രകാശിക്കുമാറ് എന്നെ അനുഗ്രഹിച്ചാലും എൻ്റെ രോഗാദി ദുരിതങ്ങളെ മാറ്റി എൻ്റെ സംസാര രോഗത്തെ തന്നെ എന്നേക്കുമായി മാറ്റി എന്നെ ജ്ഞാനസ്വരൂപത്തിൽ ഉല്ലസിപ്പിച്ചാലും. അതാണ് ശരിക്കുള്ള ആരോഗ്യം. നമ്മുടെ യഥാർത്ഥ ആരോഗ്യം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ആരോഗ്യമല്ല, നമ്മുടെ ആ ആത്മസ്വരൂപ ആ സാക്ഷാത്കാരമാണ് നമ്മുടെ ആരോഗ്യം. ആ ആരോഗ്യമാണ് നമുക്ക് തിരിച്ചു കിട്ടേണ്ടത്. അത് കിട്ടിയാൽ പിന്നെ പവർ മാൾട്ടൊന്നും വേണ്ട. ഇത് തന്നെയാണ് പവർ മാൾട്ട്. ഈ അറിവ് തന്നെയാണ്. നോളജ് ഈസ് പവർ. ഈ അറിവാണ് ഏറ്റവും വലിയ ശക്തി. അപ്പൊ ആ അറിവ് തന്ന് ആ ബ്രഹ്മസ്വരൂപത്തിൽ ഞാൻ ഉല്ലസിക്കുമാറാകട്ടെ, ഞാൻ ആനന്ദത്തിൽ രമിക്കുമാറാകട്ടെ. ഉല്ലാസയ ഉല്ലാഘതാം എന്നുള്ളതിന് ആ അർത്ഥം വരെ ഉണ്ട് എന്ന് പറയും. വെറും വാദരോഗം മാറ്റിത്തരണേ എന്ന് മാത്രമല്ല, എൻ്റെ സംസാര രോഗങ്ങളെ മുഴുവൻ നീക്കി എന്നെ പൂർണ്ണ ആരോഗ്യവാനാക്കണേ, എന്നെ ബ്രഹ്മപദത്തിലേക്ക് ഉയർത്തണേ. അപ്പൊ തൻ്റെ പാദങ്ങളിൽ വീണുകിടന്ന ആ ബ്രഹ്മദേവനെ കൈകൾ കൊണ്ട് പിടിച്ചെഴുന്നേൽപ്പിച്ച് കൈകളെ കൊണ്ട് തലോടിക്കൊണ്ട് ഭഗവാൻ അനുഗ്രഹിച്ചു. അങ്ങേക്ക് അങ്ങ് ആവശ്യപ്പെട്ടതായിട്ടുള്ള ജ്ഞാനമുണ്ടാകട്ടെ, അങ്ങ് സൃഷ്ടിപ്രക്രിയയിൽ ഭ്രമിക്കാതിരിക്കട്ടെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തന്നെ പ്രവേശിച്ച് അദ്ദേഹത്തെ സൃഷ്ടികർമ്മത്തിൽ പ്രേരിപ്പിച്ചു. അങ്ങനെയുള്ള വൈകുണ്ഠനാഥനായ ഗുരുവായൂരപ്പ, എൻ്റെ രോഗങ്ങളെ മാറ്റി എന്നെ ഈ സംസാര സാഗരത്തിൽ നിന്ന് കരകയറ്റി എന്നെ ഉല്ലസിപ്പിച്ചാലും ആനന്ദിപ്പിച്ചാലും. ആതാമ്രേ ചരണേ വിനമ്രമദതം ഹസ്തേ സ്പൃശൻ ബോധസ്തേ ഭവിതാ ന സർഗവിധിഭിഃ ബന്ധോപി സഞ്ജായതേ ഇത്യാഭാഷ്യ ഗിരം പ്രതോഷ്യ നിതരാം തച്ചിത്തഗൂഢസ്വയം സൃഷ്ടൗ തം സമുദൈരയ സ്വഭഗവൻ ഉല്ലാസയൊല്ലാഗതാം. ഉല്ലാസയൊല്ലാഘതാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ ശരണം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം ഹരി ഓം ഹരി ഓം. ഇപ്പോൾ വൈകിട്ട് ദേവീ മാഹാത്മ്യവുമായിട്ട് കാണാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. എല്ലാവർക്കും ശുഭദിനാശംസകൾ, എല്ലാ നന്മകളും ആശംസിക്കുന്നു. നാരായണ ഗുരുദേവ സമാധി ദിനത്തിൻ്റെ ആ സ്മരണകളിൽ ആ മഹാനുഭാവൻ്റെ ജഗദ്ഗുരുവായിരിക്കുന്ന നാരായണ ഗുരുദേവൻ്റെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും അദ്ദേഹത്തെ സ്മരിച്ച്
അദ്ദേഹത്തിൻ്റെ കൃതികൾ പാരായണം ചെയ്യാം, അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ മനസ്സിൽ ധ്യാനിക്കാം. അങ്ങനെ അദ്ദേഹത്തോട് പ്രത്യേകമായിട്ടുള്ള കൃതജ്ഞതയോടുകൂടെ ഇന്നത്തെ ദിവസം കഴിയാം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം. നാരായണ നാരായണ.